അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം ഫമൻ ഊതിയ കിതാബഹു ഫഉലൈക യഖറഊന കിതാബഹും വലാ യുളമൂന ഫതീലാ. സദഖല്ലാഹു മൗലാനൽ അദീം. വഖാല നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ كما قال نبينا محمد رسول الله صلى الله عليه وسلم. صلاة الله على الهادي أمينا محمد الرسول أبي الحسينا. ബഹുമാന്യരായ SKSFന്റെ ജില്ലാ അധ്യക്ഷൻ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ അൽ ഹസനി അവറുകളെ, വേദിയിലെ സാദാത്യങ്ങളായ സയ്യിദ് ഹുസൈൻ കോയ തങ്ങൾ, സയ്യിദ് KS തങ്ങൾ, സയ്യിദ് ഹബീബ് കോയ തങ്ങൾ, ഉസ്താദ് കൊടുമുടി അലി ഫൈദി അവറുകളെ, ഈ യോഗത്തിൻ്റെ ആദ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ മുനീർ ഹുദവി അവറുകളെ, അതുപോലെ തന്നെ പ്രഗത്ഭരായ സാലിം ഫൈദി, ഹാറൂൺ റഷീദ് മാസ്റ്റർ, ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും ആദർശ പോരാളിയുമായ സലാം ഫൈദി എടപ്പാൾ അവറുകൾ ഉൾപ്പെടെ വേദിയിലുള്ള ധാരാളം നേതാക്കളെ, പണ്ഡിതന്മാരെ, SKSFന്റെ കരുത്തരായ അഹ്ലുസുന്നയുടെ ആവേശമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവർത്തകന്മാരെ, അകലെ നിന്നും അടുത്തു നിന്നുകൊണ്ടും ഈ വേദിയെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇത് സംഘടിപ്പിക്കാൻ വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. രാജ്യം ആവശ്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എന്നല്ല, കേരളത്തിന് പുറത്തും വിദേശങ്ങളിലും ഇന്ന് ബഹുമാന്യരായ സയ്യിദ് പാണക്കാട് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരിക. ഹാരിസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. രാജ്യം മുഴുവൻ നമ്മുടെ ഇന്നത്തെ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
രാജ്യരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന മനുഷ്യജാലികയാണ്. പല ജാലികകളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, പല മനുഷ്യ ചങ്ങലകളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, പക്ഷേ ഈ സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമകാലിക ചിന്തകൾ രാജ്യത്തിന് പ്രദാനം ചെയ്യുന്ന ഇത്രയും സന്തോഷകരമായ സംഗമങ്ങൾ രാജ്യത്ത് വേറെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനൊരു സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം അഹ്ലുസുന്നയുടെ പ്രവർത്തകരായ SKSF-ന്റെ പ്രവർത്തകന്മാർക്കും നേതാക്കൾക്കും സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചതല്ല. മറിച്ച് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് 1400-ലധികം വരുന്ന അനേക നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്ന ഒരു കണ്ണിയായി നിലകൊള്ളുന്ന കൂട്ടായ്മയാണ്. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് നമ്മുടെ മനുഷ്യജാലിക എന്ന് പറയുന്നത്. പൂർവകാലങ്ങളിൽ നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതവിഭാഗങ്ങൾക്കിടയിലുള്ള ഊഷ്മളമായ ബന്ധത്തിൻ്റെയും ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ടാണ് ഓരോ വർഷത്തെയും മനുഷ്യജാലിക ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതേസമയം പരമ്പരാഗതമായ ഇസ്ലാമിനെ അംഗീകരിക്കാൻ നിർവാഹമില്ലാത്ത പല ആളുകളുമുണ്ട്. ഈ ആശയപ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ആദർശബോധത്തെ തിരസ്കരിക്കുന്ന ധാരാളം സംഘടനകളും സംഘങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്കിതുപോലുള്ള സംഗമങ്ങളും കൂട്ടായ്മകളും സംഘടിപ്പിക്കാൻ പ്രയാസമാണ്. കാരണം അവരുടെ അടിത്തറ തന്നെ അസഹിഷ്ണുതയുടേതാണ്. സഹിഷ്ണുതയില്ലായ്മയിൽ നിന്നാണ് അവരുടെ അടിത്തറ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയത്ത് നമുക്ക് അങ്ങനെയല്ല. നമ്മുടേത് വ്യക്തമായ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഒന്നാമത്തെ മനുഷ്യൻ തന്നെ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം, അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം ഒന്നാമത്തെ മനുഷ്യൻ തന്നെ പ്രവാചകനാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഒട്ടനേകം പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. ശീസ് നബിയും ഇദ്രീസ് നബിയും ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും യൂസുഫ് നബിയും മൂസാ നബിയും, അങ്ങനെ ഒരുപാട് നബിമാരെ എണ്ണിപ്പോയി. ദാനിയാൽ നബിയും ഈസാ നബിയും ഖാത്തിമുൻ നബിയ്യീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേക്കുമുള്ള പല പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. ആ പ്രവാചകന്മാർ ഞാൻ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാരുണ്ട്, അല്ലേ? ആ 25 പ്രവാചകന്മാരിൽ നിന്ന് ഏതാനും പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ പറയാത്തൊരു പ്രവാചകന്റെ പേര് കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തി. ദാനിയാൽ നബി അലൈഹിസ്സലാം. ദാനിയാൽ നബി അലൈഹിസ്സലാം ഈസാ നബിക്ക് മുമ്പേ മരിച്ചുപോയ നബിയാണ്. ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ പേര് ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ബഹുമാനപ്പെട്ട ആ പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് തുസ്തുർ എന്ന് പറയുന്ന നാട് സഹാബിമാർ കീഴടക്കുകയുണ്ടായി. പക്ഷേ അവിടെ ഒരു അത്ഭുതം നടന്നിരുന്നു. ഒരു വലിയ പെട്ടിയിൽ, ഒരു പേടകത്തിൽ മഹാനായ ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തായ ശരീരം അവര് ഭൂമിയിൽ മറമാടാതെ സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഒരു വീട്ടിൻ്റെ അകത്ത്. എന്തായിരുന്നു ആ നാട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർക്ക് വരൾച്ച നേരിട്ടാൽ, അവർക്ക് വലിയ കെടുതികളും ദുരന്തങ്ങളും സംഭവിച്ചാൽ മഹാനായ ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ സൂക്ഷിച്ചതായ ആ പെട്ടി പുറത്തേക്കെടുത്തുകൊണ്ട് വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുമ്പോൾ അവർക്ക് മഴ വർഷിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞോ? ആ ചരിത്രം ഉദ്ധരിച്ച ഏതെങ്കിലും ഇമാമ് പറഞ്ഞോ അത് ശിർക്കാണെന്ന്? മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ ആ സംഭവം പറഞ്ഞിട്ടില്ലേ? ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ അൽ ബിദായത്ത് വന്നിഹായ എന്ന ലോകപ്രസിദ്ധ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലേ? അതുപോലെ തന്നെ അൽ കഹ്ഫ് സൂറയുടെ വ്യാഖ്യാനത്തിൽ അനേകം മുഫസ്സിരീങ്ങൾ അത് പറഞ്ഞിട്ടില്ലേ? പക്ഷെ അവരാരെങ്കിലും പറഞ്ഞോ അള്ളാഹുവിനോട് മഴ ചോദിക്കുവാൻ വേണ്ടി ഈ പ്രവാചകനെ കൊണ്ട് തവസ്സുലാക്കുക എന്ന് പറയുന്ന ഈ ഏർപ്പാട് ശിർക്കാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല.
നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ കുട്ടിക്കാലത്ത് അന്നെന്ത് ചെയ്യുമായിരുന്നു? അവർക്ക് മക്കക്കാർക്ക് മഴയില്ലാതെ വന്നാൽ, വരൾച്ച വന്നാൽ, നബിയുടെ ആ പിഞ്ചു കുഞ്ഞായ നബിയുടെ ശരീരം ആകാശത്തേക്ക് കാണിച്ചുകൊണ്ട് അവർ ദുആ ചെയ്താൽ അവർക്ക് മഴ പെയ്യുമായിരുന്നു. മഴ പെയ്യുമായിരുന്നു. അങ്ങനെ ദാനിയ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ശരീരം എന്തു ചെയ്യണം എന്ന് സേനാനായകൻ മദീനയിലേക്ക് കത്തെഴുതുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ ചെയ്യേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ആ പ്രവാചകന്റെ ശരീരത്തെ നിങ്ങൾ മറമാടുക. ആര് തന്നെ മരിച്ചാലും അത് മറമാടാതിരിക്കാൻ പറ്റില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. നബിമാരാവട്ടെ, ഔലിയാക്കളാവട്ടെ, പണ്ഡിതന്മാരാവട്ടെ, സാധാരണക്കാരാവട്ടെ, ആരുമാവട്ടെ, മറമാടുക എന്നുള്ളത് നിർബന്ധമാണ്. മറമാടൽ നിർബന്ധമാണ്. അതുകൊണ്ട് ദാനിയ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരം നിങ്ങൾ മറമാടണം. അപ്പൊ അവരെ മറമാടിക്കഴിഞ്ഞാൽ ഈ ശരീരം ജീർണിച്ചു പോകുമോ? അതൊരു സംശയമാണ്. ആ സംശയത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രത്യുത്തരം നൽകിയത്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അല്ലാഹു തആല ഭൂമിയുടെ മേൽ പ്രവാചകന്മാരുടെ ശരീരത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകന്മാരുടെ ശരീരം അത് കേടായി പോവുകയില്ല, അത് പകർച്ചയാകുകയില്ല, അത് ജീർണിക്കുന്നതല്ല. നിങ്ങൾ ധൈര്യത്തോടു കൂടി മറമാടുക. തീർന്നില്ല, അവിടെ അവസാനിപ്പിച്ചില്ല. അവരുടെ ശരീരത്തെ തീ ഭക്ഷിക്കുകയും ഇല്ല. ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, മുടി ഇട്ടാ കത്തുവോ? മുടി വീണാ കത്തൂല, പക്ഷേ മുടി ഇട്ടാ കത്തും. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഇപ്പൊ തഹ്ഖീഖ് വളമ്പുന്നത്. ഇൻഷാല്ലാഹ് ഞാൻ ആ വൈക്കൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് ഒരാൾ സ്റ്റേജിൽ വന്ന് വീണാൽ കയ്യൊടിയും, പക്ഷേ ഇവിടുന്ന് സ്റ്റേജിൽ വന്ന് ഒരാൾ ഉന്തിട്ടാലോ കയ്യൊടിയില്ല. അങ്ങനത്തെ ഒരു മസല ഉണ്ടോ? ഏത് സാധാരണക്കാർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. വീഴ്ത്തുമ്പോൾ അവിടെ ഒരു വീഴ്ചയുണ്ട്. വീഴ്ത്തുമ്പോൾ വീഴ്ചയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷേ വീഴ്ത്തുമ്പോൾ, ഇടുമ്പോൾ അവിടെ ഒരു വീഴ്ചയും ഒരു സംഭവിക്കലും അവിടെ ഇല്ലേ? പിന്നെ എങ്ങനെയാണ് ആ പറഞ്ഞത്? അതിനുള്ള വ്യത്യാസം എന്താണ്? ഏതായാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വലാ തഅകുലുഹുമുൻ നാർ. അവരെ തീ തൊടുകയും ഇല്ല, തീ തിന്നുകയും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മറമാടിക്കൊള്ളുക എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു, ആ പേടകത്തിൽ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു, ആ ഗ്രന്ഥം നിങ്ങൾ എനിക്ക് കൊടുത്തയക്കണേ. ആ പേടകത്തിൽ ഏതാനും നെയ്യുകൾ ഉണ്ടായിരുന്നു, ബറക്കത്തിന്റെ ചില വസ്തുക്കളും ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ ആ നെയ്യും മറ്റു വസ്തുക്കളും അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്തതിന് ശേഷം അത് ബറക്കത്തെടുക്കുവാൻ വേണ്ടി എനിക്കു നിങ്ങൾ കൊടുത്തയക്കണേ എന്ന്. ആരാ പറയുന്നത്? മഹാനായ ഒരു പ്രവാചകന്റെ ശരീരത്തിന്റെ പരിസരത്ത് വെച്ചതായ വസ്തുവിനെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് ചെയ്യുക, അതിൽ നിന്ന് ശാന്തി തേടുക, അതുകൊണ്ട് സമാധാനമുണ്ടാക്കുക, അത് ബറക്കത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നത് ഇവിടെ പ്രാവർത്തികമാക്കിയത്, അതിനുവേണ്ടി ആവശ്യപ്പെട്ടത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ ഇത് കാണാം, അൽ ബിദായത്ത് വന്നിഹായിൽ കാണാം, മറ്റനേകം കിതാബുകളിൽ ഇത് കാണാം. പിന്നെ എങ്ങനെ അത് ശിർക്കാകുക? മമ്പർത്ത് പോയിട്ട് ജാറ മൂടിയാൽ ശിർക്കാകുമത്രേ. മമ്പർത്ത് അവിടെ പരിസരത്ത് വെച്ച ഏതെങ്കിലും ഒരു വസ്തു ശരീരത്തിൽ ബറക്കത്തിന് വേണ്ടി പുരട്ടുന്നത് ശിർക്കാണ് എന്ന് ആരാണ് ഇവിടെ പഠിപ്പിച്ചത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പേടകത്തിൽ സൂക്ഷിച്ച ബറക്കത്തിന്റെ വസ്തുക്കളിൽ നിന്ന് ബാക്കിയുള്ളത് മദീനയിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞത് എന്തിനാ? ബറക്കത്തെടുക്കാനല്ലേ? എന്നിട്ട് ചില ആളുകൾ പറയുകയാണ് തബറുക്ക് ശിർക്ക. അപ്പൊ അതാണ് ദാനിയ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. സയ്യിദുനാ അവസാന പ്രവാചകനായ ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലമല്ലേ, സംഭവബഹുലമായ 23 കൊല്ലത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് ആയത്തിറങ്ങുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്തൊക്കെ ഇന്ന് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും
ഫേസ്ബുക്കിലൊക്കെ വളരെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അങ്ങോട്ട് പൂർത്തിയായി, അതുകൊണ്ട് നബിദിനാഘോഷം പറ്റൂല. ഇസ്ലാം അങ്ങോട്ട് പൂർത്തിയായി, അതുകൊണ്ട് മൗലിദ് പറ്റൂല. ഇസ്ലാം അങ്ങോട്ട് പൂർത്തിയായി, അതുകൊണ്ട് മങ്കൂസ് മൗലിദ് പറ്റൂല. പറയുന്നേട്ടാ തോന്നും സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്തിൽ മങ്കൂസ് മൗലിദ് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പറച്ചിൽ കേട്ടാ അങ്ങനെ തോന്നുക. എന്നാൽ എന്താണ് ആ ആയത്തിലുള്ളത്? സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ സൂക്തത്തിലടങ്ങിയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദിവസം ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം നിങ്ങൾക്ക് മാത്രമായി ഞാൻ നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി, നിങ്ങൾക്കുമേൽ മാത്രമായി എന്റെ നിഅമത്ത് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് മാത്രമായി ഇസ്ലാമിനെ ദീനായി ഞാൻ പൊരുത്തപ്പെട്ടു തന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അവിടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്താണ് അതിന്റെ അർത്ഥം? അതിന് 4 അർത്ഥമാണുള്ളത്. അതിനപ്പുറം അർത്ഥം കേട്ടോ. ഖുർആൻ അർത്ഥം 4 ഒതുക്കാനൊന്നും പറ്റില്ല. പക്ഷേ പ്രസക്തമായി വളരെ പ്രമാദമായി കൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് എന്താണ്? ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല. അതാണ് അതിന്റെ ഒരു അർത്ഥം. ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല. രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഇസ്ലാമിന്റെ വിശ്വാസ നിയമാവലികൾ പൂർണ്ണമായിരിക്കുന്നു. ഖവാഇദുൽ അഖായിദി, വിശ്വാസ തത്വങ്ങളെല്ലാം പൂർണ്ണമായി. ഇനി പുതിയൊരു വിശ്വാസം ഇസ്ലാമിലേക്ക് ചേർക്കാനില്ല. ഉസൂലുൽ ഇബാദാത്തി, 3-ാമത്തെ അർത്ഥം ഇസ്ലാമിന്റെ മർമ്മങ്ങളായ അടിസ്ഥാന ആരാധനകളും പൂർത്തിയായി. എല്ലാം അതോടുകൂടി അവസാനിച്ചു എന്നല്ല, ശരിക്കും മനസ്സിലാക്കണം. ഇതിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നബിദിനാഘോഷം പാടില്ല. കാരണം മൗലിദാഘോഷം എന്ന സാങ്കേതിക ആ പദാവലി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആഘോഷ രീതി പിൽക്കാലത്ത് വന്നതാണ്. അതിന്റെ അടിസ്ഥാനം നബിയുടെ കാലത്തെ ഉള്ളതാണ്. അതിന്റെ അടിസ്ഥാനം സഹാബത്ത് അനുവർത്തിച്ചതാണ്. അതിന്റെ അടിസ്ഥാനം താബിഈങ്ങൾ പ്രാവർത്തികമാക്കിയതാണ്. താബിഈങ്ങൾ അവലംബിച്ചതാണ്. പക്ഷേ മൗലിദാഘോഷം എന്ന നാമകരണത്തിലൂടെ സാങ്കേതികമായി അറിയപ്പെട്ടുകൊണ്ടുള്ള ശൈലിയും രൂപവും ഭാവവും വെച്ചുകൊണ്ടുള്ള നബിദിനാഘോഷ പരിപാടികൾ അത് പിൽക്കാലത്ത് വന്നതാ. അതാണ് തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി പറഞ്ഞത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അപ്പൊ ഹിജ്റ 300 ശേഷല്ലേ, അതുകൊണ്ട് പാടില്ല എന്നാ മനസ്സിലാക്കേണ്ടത്. മൗലിദ് എന്ന അറബി വാക്കുണ്ടതില്, അത് മനസ്സിലായിട്ടില്ല. മൗലിദ് എന്ന അറബി വാക്കിൽ, ആ വാക്കിലടങ്ങിയ രൂപത്തിലുള്ള സാങ്കേതികമായ വാക്കിലടങ്ങിയ രൂപത്തിലുള്ള ആഘോഷ ശൈലി അത് പിൽക്കാലത്ത് വന്നതാണ്. അല്ലാതെ അടിസ്ഥാനം മുമ്പില്ല എന്നല്ല. അടിസ്ഥാനം എങ്ങനെ മുമ്പില്ലാതിരിക്കും? എങ്ങനെ ഇല്ലാതിരിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിന്റെ 7-ാമത്തെ നാളിൽ അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അഖീഖത്ത് എന്ന ജന്മത്തോടനുബന്ധിച്ചുള്ള സന്തോഷത്തിന് വേണ്ടി, ശുക്രിന് വേണ്ടിയുള്ള അറവ് നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ മാംസം വിതരണം ചെയ്തിട്ടുണ്ട്. ചരിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച കാര്യമാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ അൻ ബുഇസ നബിയ്യാ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്, അത് ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇമാം തഹാവി അവിടുത്തെ മുശ്കിലുൽ ആസാർ എന്ന ഹദീസ് ഗ്രന്ഥത്തിലും അതിന്റെ സനദ് വിശദമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞതാണ്. ആ സനദ് സഹീഹല്ല, അത് പ്രമാണമല്ല, അത് തെളിവല്ല എന്നിവിടെ പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത് ശരിയല്ല. അത് വളരെ പ്രമാണയോഗ്യമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. വേറെ ഒരു സനദിൽ പറഞ്ഞ അബ്ദുല്ലാഹിബ്നുൽ മുഹറർ ഉണ്ട്, അദ്ദേഹത്തെ പറ്റി ചില നിരൂപണങ്ങളുണ്ട് എന്നത് വെച്ചിട്ട് ഈ സനദിൽ പറഞ്ഞ അബ്ദുല്ലാഹിബ്നുൽ മുസന്നയെ സംബന്ധിച്ച് ഒരു നിരൂപണവും നടത്താൻ നബിദിനാഘോഷത്തിന്റെ എതിരാളികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായിട്ട് അഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ അൻ ബുഇസ നബിയ്യ,
അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനായതിനു ശേഷം അഖീഖത്ത് അറുത്തു. എന്താ അഖീഖത്ത് എന്ന് പറഞ്ഞാൽ? ജന്മത്തിന്റെ പേരിലുള്ള ശുക്ർ രേഖപ്പെടുത്തി, ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷവും ശുക്റും അവിടെ രേഖപ്പെടുത്തുന്ന അറവ് നിർവഹിച്ചുകൊണ്ട് വിതരണം ചെയ്തു എന്ന് വളരെ പ്രസക്തമായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ മഹാനായ ഹാഫിദു സുയൂത്തി റളിയല്ലാഹു അൻഹു, ലോകപ്രസിദ്ധ ശാഫിഈ മദ്ഹബിലുള്ള ഇമാമായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന കിതാബിൽ എന്താ പറയുന്നത്? ഈ തെളിവ് വെച്ചുകൊണ്ട് നബിദിനാഘോഷം യുസാബു അലാ ദാലിക ഫാഇലുഹാ, അത് കൂലി ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് ആരാ പറയുന്നത്? മഹാനായ ഹാഫിദ് അസ്സുയൂത്തി റളിയല്ലാഹു. ഹാഫിദ് സുയൂത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ കാലത്തുള്ള ഹാഫിദ് എന്ന് പറഞ്ഞ ഖുർആൻ മനപ്പാടാക്കിയ ഹാഫിദ് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഹദീസുകളെ അതിന്റെ മുഴുവൻ ചരിത്രങ്ങളും വെച്ചുകൊണ്ട് ഹാഫിളായ മഹാനാണ്. അപ്പൊ അങ്ങനെയുള്ള നബിദിനാഘോഷം, അതിൽ മൗലിദ് കഴിക്കൽ ഹിജ്റ 300 ശേഷം വന്നതുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാട്ടുണ്ടാക്കാം. നമ്മളെ മനുഷ്യജാലികയെ പറ്റി പാട്ടുണ്ടാക്കിക്കൂടെ? നമ്മുടെ മദ്രസയെ സംബന്ധിച്ച് പാട്ടുണ്ടാക്കിക്കൂടെ? മദ്രസ നടത്തൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 1000 ശേഷം വന്നതാ. 300 കഴിഞ്ഞിട്ട് ഇപ്പൊ 1000 ആയിട്ടുണ്ട്. എന്നാ ഇനി മദ്രസ പൊളിച്ചണം എന്നാ അതിന്റെ അർത്ഥം? മദ്രസ പൊളിക്കണം എന്നാണോ? അല്ലല്ലോ. അപ്പൊ എന്നതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ അടിസ്ഥാനപരമായ ഇബാദത്തുകൾ പൂർത്തിയായി. പിന്നെ നാലാമത് പറഞ്ഞത് എന്താണ്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ വഖവാനീനുൽ ഇജ്തിഹാദ്. ഇത് പണ്ഡിത വിദ്യാർത്ഥികളും സാധാരണക്കാരായ നമ്മുടെ പ്രവർത്തകന്മാരും അതുപോലെ അകലെ നിന്നൊക്കെ ആരെങ്കിലും ശ്രവിക്കുന്നുണ്ടെങ്കിൽ ശ്രോതാക്കളും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഖുർആനിന്റെ ആയത്തിനെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. വഖവാനീനുൽ ഇജ്തിഹാദ്, പിൽക്കാലത്തുള്ള മുജ്തഹിദീങ്ങളായ ഇമാമുമാർക്ക് ഖുർആനിനെ വെച്ചുകൊണ്ട്, പ്രവാചകന്റെ ഹദീസുകളെ വെച്ചുകൊണ്ട്, പൂർവഗാമികളുടെ ഇജ്മാഇനെ വെച്ചുകൊണ്ട് മതത്തിന്റെ വിധികൾ കണ്ടെത്താൻ ആവശ്യമായ അടിസ്ഥാന നിയമങ്ങളും പൂർണ്ണമായി എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ പ്രവാചകൻ ഇമാരിനി വരാനില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് ഇത് എത്തിച്ചു കൊടുക്കുക? അത് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അതേ ഹജ്ജത്തുൽ വദാഇൽ തന്നെ 1,00,000-ൽ പരം വരുന്ന സഹാബത്തിനോട് പറഞ്ഞു, ഇവിടെയുള്ള സഹാബികളെ, നിങ്ങൾ ഇനി നാടിന്റെ നാനാഭാഗത്ത് പോയിക്കൊണ്ട്, രാജ്യങ്ങളിൽ പോയിക്കൊണ്ട്, ഭൂമിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പോയിക്കൊണ്ട് ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ, അതുപോലെ മറ്റനേകം രാജ്യങ്ങളിൽ, പക്ഷെ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തു തന്നെ ആ ഇസ്ലാം ഇവിടെ വരികയാണ് കേരളത്തിൽ. അപ്പോ കേരളത്തിലുള്ള ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണ്? അതിലൊരു അപ്ഡേഷൻ ഇല്ല, ഒരു കൂട്ടിച്ചേർക്കലില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് കേട്ട ആ മഹിതമായ ആദർശവും ആചാരങ്ങളും അതേപടി സഹാബിമാരിലൂടെ, താബിഈങ്ങളിലൂടെ കേരളത്തിലേക്ക് എത്തുകയാണ്. ഉത്തരേന്ത്യയിൽ അത് എത്തിയിരുന്നില്ല. ഡൽഹിയിലോ കശ്മീരിലോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലോ മറ്റു കേന്ദ്രങ്ങളിലോ അക്കാലത്ത് ഇസ്ലാം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഇസ്ലാം എന്ന് പറയുന്നത് വളച്ചുകെട്ടില്ലാത്ത ഇസ്ലാമായിരുന്നു. 1921 വരെ ഏകദേശം 10, 12, 13 നൂറ്റാണ്ട് കാലം ഇവിടെ കലഹങ്ങളില്ല, ഭിന്നിപ്പുകളില്ല, ആദർശപരമായ, ആശയപരമായ, ആചാരപരമായ ഭിന്നിപ്പുകളില്ല. എല്ലാവരും ഒരേ ആശയത്തിലും ആചാരത്തിലും പോകുമ്പോഴാണ് കേരളത്തിൽ വഹാബിസം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം വന്നത്. എന്നാൽ കേരളത്തിൽ വഹാബിസം വരുന്നതിന്റെ ഒരു 100 വർഷം മുമ്പ് ഉത്തരേന്ത്യയിൽ വഹാബിസം വന്നു. ഉത്തരേന്ത്യയിൽ ഇസ്ലാം വന്നത് പിൽക്കാലത്താണ്, പക്ഷേ ഉത്തരേന്ത്യയിൽ വഹാബിസം വന്നത് കേരളത്തിൽ വരുന്നതിന് മുമ്പാണ്. ആരാണ് ഉത്തരേന്ത്യയിൽ വഹാബിസം കൊണ്ടുവന്നത്? ഉത്തരേന്ത്യയിൽ വഹാബിസം കൊണ്ടുവന്നത് മുഹമ്മദ് ഇസ്മായിൽ അദ്ദഹ്ലവി. കേരളത്തിൽ വഹാബിസം കൊണ്ടുവന്നത് വക്കം മൗലവിയാണല്ലോ, അതേ തുടർന്ന് KM മൗലവിയാണല്ലോ, അങ്ങനെയുള്ള ആളുകളാണല്ലോ. എന്നാൽ ഉത്തരേന്ത്യയിൽ വഹാബിസം കൊണ്ടുവന്നത് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവിയാണ്. ആ ദഹ്ലവിയെ ആദർശ പുരുഷനായി കണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തബ്ലീഗ് ജമാഅത്തുകാർ ഒരു പക്ഷേ ഒരുപാട് കണ്ടിട്ടുണ്ടാകും.
ഒരുപാട് തബ്ലീഗ് ജമാഅത്തുകാരെ കണ്ടിട്ടുണ്ടാവും. അവർ ദീനീ പരിശ്രമത്തിന് വേണ്ടിയൊക്കെ ക്ഷണിക്കാറുണ്ട്. കുറച്ച് താടിയൊക്കെ ഒരുപക്ഷെ അധികം കൂടുതലുണ്ടാവും, അതിനെ ഞാൻ വിമർശിക്കല്ല. വേഷവിധാനങ്ങളിലൊക്കെ ഒരുപക്ഷെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാകും, അല്ലെങ്കിൽ മാതൃകയെന്ന് തോന്നിപ്പോകും. പക്ഷേ ആ തബ്ലീഗ് ജമാഅത്ത് പലപ്പോഴും എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ കാരത്തൂർ ഭാഗത്ത് ഒരു പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ പട്ടണടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഹോട്ടൽ കയറി ചായയൊക്കെ കുടിച്ച് ഒരു ബുക്ക് സ്റ്റാളിൽ പുസ്തകം നോക്കുന്നതിൻ്റെ ഇടയിൽ 2 താടി വെച്ച ആൾക്കാരിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾ കൊടക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ജില്ലാ സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ര അവരെ പിറ്റേന്ന്. അപ്പോൾ ആ സംഗമത്തിൽ ഒരു ദീനി പരിശ്രമം, സംഗമം എന്നല്ല പറഞ്ഞത്, ദീനി പരിശ്രമം എന്നാണ് പറഞ്ഞത്. ദീനി പരിശ്രമത്തിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടുന്ന് വരുന്നു, എവിടുത്താണ്, ഏത് നാട്ടുകാരനാണെന്നും അവർക്കറിയില്ല. ഞാനൊരു എവിടേക്കാണ് പോകുന്നതെന്നും അവർ ചോദിച്ചിട്ടില്ല. നേരെ വിളിച്ചു, നിങ്ങൾ ഞങ്ങളെ ദീനിൻ്റെ പരിശ്രമത്തേക്ക് വരണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്ത് കാരത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു ദീനി പരിശ്രമത്തിന്, വേറെ പരിശ്രമത്തിന് പോവുകയാണ്, ഞാൻ നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മണ്ടയ്ക്ക് ചൊറി. അപ്പം നമ്മൾ ക്ഷണിക്കുമ്പോൾ മണ്ടയ്ക്ക് ചൊറിയ, എന്താണ് അതിൻ്റെ കാരണം? മറ്റൊരിക്കലുണ്ടായ ഒരു അനുഭവം, തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകൾ എന്നോട് ചോദിക്കുകയാണ്. ഒരിക്കൽ ഒരു പള്ളിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് സുബീസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പള്ളിക്കത്തെ ഖത്തീബുമായിട്ട് കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ദഅവത്തിന് ഇറങ്ങാം എന്നൊരു നിർദ്ദേശം അവർക്കുണ്ട്, ഇറങ്ങണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം സംസാരിച്ച്, അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു, നിങ്ങൾ ജമാഅത്തിന് പോരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ജമാഅത്ത്, സുബി ജമാഅത്ത് കഴിഞ്ഞിട്ട് റൂമുകൾ പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ജമാഅത്തിന് പിന്നെയും വരണമെന്നാണ് ചോദിക്കുന്നത്. ആ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ 4 പീസത്തെ ജമാഅത്താണ്. അത് ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ ചെന്നൈക്കൊക്കെ ആയിരിക്കും, പല സ്ഥലങ്ങളിലേക്കായിരിക്കും. നല്ല ബിരിയാണി കിട്ടും, നല്ല ചാപ്പാടൊക്കെ കിട്ടും, അതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോരാം, ഞാൻ വരാം. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. നമ്മൾ ഇങ്ങനെ ആളുകളെ അടുത്തൊക്കെ നമ്മളെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്ക് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ പറയണം, ഈമാൻ്റെ കാര്യങ്ങളും പറയണ്ടേ. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ വല്ല വഹാബിയോ മൗദൂദിയോ ഖാദിയാനിയോ അങ്ങനെ ഈമാൻ പേച്ച ആൾക്കാരെങ്കിലൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓരെ കൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് പോലെ കൽബിൻ്റെ ഈമാൻ്റെ കാര്യമല്ലേ പറയേണ്ടത്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് അറിയുന്ന വിധത്തിൽ, എനിക്കറിയുന്ന ആ വിധത്തിൽ ഞാൻ അവരെ ഈമാൻ നേരാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ മറുപടി, നിങ്ങൾ പോരണ്ടാറും. അതെന്താ നിങ്ങൾ പോരണ്ടാന്ന് പറഞ്ഞ്? ഇവിടെയാണ് തബ്ലീഗ് ജമാഅത്തിൽ അന്തർലീനമായിട്ടുള്ളത് ശുദ്ധമായ വഹാബിസമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കാം. കഴിഞ്ഞ തവണ ഈ അടുത്ത് നമ്മുടെ സുപ്രഭാതത്തിൽ, കഴിഞ്ഞ 22-ാം തീയതിയിലെ സുപ്രഭാതത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ഒ എം ഷരീഫ് ദാരിമി കോട്ടയത്ത് നിന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. നബിദിനാഘോഷ നിരോധനവും തബ്ലീഗിന്റെ തനിനിറവും. കോട്ടയം ജില്ലയിലെ ചില മഹല്ലുകളിൽ, തബ്ലീഗിന്റെ മേധാവിത്വമുള്ള മഹല്ലുകളിൽ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. നബിദിനാഘോഷം നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ, നബിദിനാഘോഷം പാടില്ല എന്ന് പറയുന്ന സർക്കുലർ. എന്തുകൊണ്ടാണ് അവർക്ക് നബിദിനാഘോഷം പാടില്ല എന്ന് പറയേണ്ടി വന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് 1965 മഹാനായ ശൈഖുനാ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ 16/10/1965 തീരുമാനം അത് പ്രസക്തമാകുന്നത്. എന്താ തീരുമാനം എന്നറിയോ? കഴിഞ്ഞ യോഗത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പരിശോധിക്കാൻ നിയമിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെപ്പറ്റി ഗാഢമായി അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൽ തബ്ലീഗ് ജമാഅത്തിന്റെ തത്വങ്ങൾ മുബ്തദിഉകളുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ തബ്ലീഗ് ജമാഅത്ത് മുബ്തദിഉകളുടെ ജമാഅത്താണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. മുബ്തദിഈങ്ങളെ ജമാഅത്താണ് തബ്ലീഗ് ജമാഅത്ത്. ഇത് സമസ്തയുടെ ഈ തീരുമാനം അക്ഷരം പ്രതി ശരിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് പറയാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ മുമ്പ് ദർസ് നടത്തിയിരുന്ന പള്ളിയിൽ ഒരുപാട് തബ്ലീഗ് ജമാഅത്തുകാർ വരാറുണ്ട്. അന്നൊന്നും ഇവരെ സംബന്ധിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. സമസ്തയുടെ പ്രമേയത്തെപ്പറ്റിയും അതിൻ്റെ തീരുമാനത്തെപ്പറ്റിയൊക്കെ അറിയുമായിരുന്നുവെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ വിഷയം പഠിച്ചപ്പോൾ സമസ്തയുടെ തീരുമാനം കുറച്ച് മൃദുലായി പോയോ എന്ന് എനിക്ക് സംശയമുള്ളൂ. ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, കുറച്ചും കൂടി ജനങ്ങളോട് കടുത്ത അതിൻ്റെ ശക്തമായ താക്കീതോടുകൂടി ഭാഷയിൽ സമസ്ത തീരുമാനമെടുക്കേണ്ടതായിരുന്നു.
എന്നിങ്ങനെ തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, 2014 ഫെബ്രുവരി ലക്കത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ കേരളത്തിലുള്ള മലയാളത്തിലുള്ള മാസികയായ അൽ ബലാഗ് മാസിക, ആ ബലാഗ് മാസികയുടെ 34-ാമത്തെ പേജിൽ കൃത്യമായിട്ട് തന്നെ അവര് നബിദിനാഘോഷത്തെ ഇന്ന് നമ്മുടെ മുമ്പിൽ വഹാബികൾ എതിർക്കുന്ന അതേ ശൈലിയിൽ തന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അല്പം ചില നബിദിന ചിന്തകൾ ഈ ലേഖനത്തിൽ. ഞാൻ വിചാരിച്ചു നബിദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചിന്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ട് വായിച്ചു നോക്കുമ്പോൾ എന്താ പറയുന്നത്? നബിദിനം പാടില്ല എന്നാ പറയുന്നത്. ആഘോഷിക്കാതിരിക്കൽ തന്നെയാണ് ഉത്തമം, വിശേഷിച്ചും അന്നല്ലേ റസൂലുള്ളാഹി വഫാത്തായത് എന്ന്. ഇത് കേരളത്തിലെ വഹാബികൾ പറയുന്ന ഒരു ന്യായാണ്. എന്താണെന്നറിയോ? വഹാബികൾ പറയാറുണ്ട്, ശുദ്ധ വഹാബിയത്തിന്റെ ഒരു നിഗൂഢ സംഘമാണ് തബ്ലീഗ് ജമാഅത്ത് എന്നുള്ളതിന്റെ ചെറിയ ചെറിയ സാമ്പിളുകളാണ് ഞാൻ പറയുന്നത്. വഹാബിസം പറയുന്നത് എന്താ? റസൂലുള്ളാഹി ജനിച്ചത് എന്നാണ് എന്നുള്ളതിൽ അവിടെ ഇവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് 12-നാണ്. അതിന് തർക്കമൊന്നുമില്ല എന്നാ പറയുന്നത്. അപ്പൊ തർക്കമൊന്നുമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇറങ്ങുന്ന സർവ്വ നോട്ടീസുകളിലും എല്ലാ കൊല്ലത്തെ റബീഉൽ അവ്വലിലും ഇറങ്ങുന്ന നബിദിനാഘോഷം അനാചാരം തന്നെ എന്ന് പറയുന്ന എല്ലാ നോട്ടീസുകളും ഇപ്പൊ തുടങ്ങുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടാ. വല്ലാത്തൊരു അത്ഭുതം തന്നെ. എല്ലാ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴും ഇത് റസൂലുള്ളാഹി വഫാത്തായ മാസമാണ്, ദിവസമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ തുടങ്ങുന്ന വഹാബികൾ, ഞങ്ങൾ ചോദിക്കട്ടെ, വഹാബിസത്തോട് വളരെ സ്നേഹത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താണെന്നറിയോ? നിങ്ങൾ ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലിത്തുടങ്ങുന്ന ഈ സമ്പ്രദായം ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ടല്ലോ. അത് ആയിഷ ബീവി ചെയ്തിട്ടുണ്ടോ? ഇത് സിദ്ദീഖുൽ അക്ബർ ചെയ്തിട്ടുണ്ടോ? ഇത് ഷാഫി ഇമാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് അതേ ഭാഷയിൽ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. ഈ തർജീഇന്റെ വാക്ക്, ഈ ഇസ്തിർജാഇന്റെ ദിക്ർ അഥവാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് ആരാണ് പ്രവർത്തിച്ചത്? ഓരോ നോട്ടീസിലും, ഓരോ വർഷത്തെ നോട്ടീസിലും ഇപ്പൊ റബീഉൽ അവ്വൽ 12 വരുമ്പോ നമ്മൾ സന്തോഷിക്കുമ്പോ, നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോ, നമ്മൾ റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചെല്ലുമ്പോ, റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെയും മാനവികതയുടെയും ആത്മീയതയുടെയും വിജയത്തിന്റെയും സന്ദേശങ്ങളെ ഈ മുസ്ലിമീങ്ങളുടെയിലും അമുസ്ലിമീങ്ങളുടെയിലും പരസ്യമായിട്ട് നമ്മൾ വിളംബരം ചെയ്യുമ്പോ ഇവരിങ്ങനെ തലക്ക് കയ്യും കൊടുത്തുകാണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലുകയാണ്. എന്തൊരു വിരോധാഭാസം! അതേ നിലപാട് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തുകാരനും കുറിക്കുന്നത്. കണ്ടോ, ആഘോഷിക്കാതിരിക്കൽ തന്നെയാണ് ഉത്തമം, വിശേഷിച്ചും അവിടുത്തെ വിയോഗം വന്നല്ലേ. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി വഫാത്തായത് എന്നാ? 12-നാണ്, എന്നാ 1-നാണെന്നും പറയുന്നവരുണ്ട്, 2-നാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്, 10-നാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്, മറ്റു ഡേറ്റുകളിലാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മുഫസ്സിരീങ്ങളിൽ പലരും പറഞ്ഞത് അത് റബീഉൽ അവ്വൽ 2-നാണെന്നാണ്. മുഹദ്ദിസീങ്ങളിൽ പലരും പറഞ്ഞത് അത് റബീഉൽ അവ്വൽ 2-നാണെന്നാണ്. കഴിഞ്ഞ വർഷം നമ്മളെ കണ്ണൂരിലുള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടൊരു സംവാദം നടക്കുകയുണ്ടായി. ജംഇയ്യത്തുൽ മുഅല്ലിമീനും അതുപോലെ തന്നെ മുജാഹിദീങ്ങളും തമ്മിലൊരു സംവാദം നടക്കുകയുണ്ടായി. ആ സംവാദത്തിൽ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ എഴുതി വിടുന്നുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12-നാണോ നബി ജനിച്ചത്? സംശയാസ്പദമാണെന്നും റബീഉൽ അവ്വൽ 12-നാണോ നബി വഫാത്തായത്? സംശയാസ്പദമല്ലെന്നും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ 12-നാണ് നബി തങ്ങൾ വഫാത്തായതെന്നതിൽ തർക്കമില്ല എന്ന വാദത്തിന്റെ രേഖ എന്താണ് മൗലവി? അതിന് മൗലവി പറഞ്ഞ മറുപടി എന്താ അറിയോ? വേണ്ട, ആ മറുപടി പിന്നെ പെട്ടെന്നുണ്ട്, അത് ഞങ്ങൾ അടുത്ത കൊല്ലം തിരുത്തിക്കോളാറുണ്ട്. പെട്ടെന്നുണ്ട് മറുപടി, നമുക്കൊന്നും ചോദിക്കാമല്ലോ. അടുത്ത കൊല്ലം ഞങ്ങൾ തിരുത്തിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വർഷം കാത്തിരുന്നു. ഈ വർഷത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ ഇതേ വിഭാഗം തന്നെ ഇറക്കുന്ന നോട്ടീസ് ഉണ്ടല്ലോ. ആ വിഭാഗം ഇപ്പൊ മുജാഹിദ് എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ വിസ്ഡം എന്നാക്കിയിട്ടുണ്ട്. വിസ്ഡം ഞാനൂലുകളായിട്ട് വലിയ വെല്ലുവിളിക്കാരായിട്ട് വരിക. പക്ഷേ കഴിഞ്ഞ വർഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞ, ഞങ്ങൾ തിരുത്തിക്കോളാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഈ വർഷം തിരുത്തിയില്ല? സംവാദവേദിയിൽ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെങ്കിലും പക്ഷേ ഈ വേദിയിൽ തിരുത്തിയില്ല. അപ്പൊ ഇതേപോലെ ഇവിടെ തബ്ലീഗ് ജമാഅത്തുകാര് അവരുടെ ഖുർആൻ പരിഭാഷയുണ്ട്.
ഇതൊക്കെ നമ്മൾ അറിയണം. തബ്ലീഗ് ജമാഅത്തിന്റെ സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കണം. ഒരു പക്ഷേ പല ആളുകളും അതിൽ പെട്ടുപോയിട്ടുണ്ട്. എന്താ തബ്ലീഗിന് കുഴപ്പം, എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നബിദിനാഘോഷം കൂലി കിട്ടുന്ന അമലാണെന്ന് ഇമാമുമാർ നമ്മളെ പഠിപ്പിച്ചു. പോയ തലമുറകൾ അത് പ്രവർത്തിച്ചു. അങ്ങനെയുള്ള നബിദിനാഘോഷം എന്ന് പറയുന്നത് ജാഹിലിയ്യത്തിന്റെ ആചാരമാണ് എന്നും അത് ക്രൈസ്തവതയിൽ നിന്ന് മുസ്ലിമീങ്ങൾ എടുത്തുണ്ടാക്കിയതാണ് എന്നും നബിദിനാഘോഷത്തെക്കുറിച്ച് അതിരൂക്ഷമായി വിമർശിക്കുന്നത് കേരളത്തിലെ വഹാബികളല്ല, കേരളത്തിലെ മൗദൂദികളല്ല, മറിച്ച് ശുദ്ധഗതിക്കാരെന്ന് പലരും തെറ്റിദ്ധരിച്ച തബ്ലീഗ് ജമാഅത്തിന്റെ മലയാളത്തിലുള്ള ഖുർആൻ പരിഭാഷയില് സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് അബ്ദുൽ കരീം മൗലവി നമ്മളെ മുമ്പിൽ എഴുതി വിടുകയാണ്. ഇതൊരു പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ കണ്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ട് അവർക്കെന്താ, അവർ നമ്മളെ എതിർക്കുന്നില്ലല്ലോ, അവർക്ക് ഹദ്ദാദിനോട് എതിർപ്പില്ലല്ലോ, മൗലൂദിനോട് എതിർപ്പില്ലല്ലോ, കൂട്ടുപ്രാർത്ഥനയോട് എതിർപ്പില്ലല്ലോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ വസ്തുത ഇങ്ങനെയാണ്, യാഥാർത്ഥ്യം ഇതാണ്. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉത്തരേന്ത്യയിൽ വഹാബിസത്തിന് നാന്ദി കുറിച്ച സാക്ഷാൽ മുഹമ്മദ് ഇസ്മായിൽ ഉദ്ദഹിലവി, അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ വായിച്ചാണ്ടല്ലോ, ഇവിടെ വായിക്കാൻ സമയമില്ല. തഖവിയത്തുൽ ഈമാൻ വായിച്ച ഒരാൾ യഥാർത്ഥ വഹാബിയായി മാറും. അദ്ദേഹത്തിന് തന്നെ സിറാത്തെ മുസ്തഖീമുണ്ട്. ബഹുമാന്യരായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരിൽ നിന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ ഒട്ടനേകം ആധികാരിക രേഖകൾ ബഹുമാനപ്പെട്ടവർ ഈ ഉള്ളവന് അതിന്റെ പകർപ്പ് തന്നിട്ടുണ്ട്. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് അതിന്റെ കൂലി പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ രേഖകളിൽ ഏറ്റവും പ്രസക്തമായ സിറാത്തെ മുസ്തഖീം അതിന്റെ 118-ാമത്തെ പേജിൽ എന്താ പറയുന്നത് എന്നറിയോ? ബിമുഖ്തലായെ ദുലുമാതുൻ ബഅ്ദുഹാ ഫൗക ബഅ്ദിൻ സിനാ കെ വസ്വസ അപ്നി ബീബി കി മുജാമഅത് കാ ഖയാൽ ബഹ്തർ ഹേ. ഞാൻ അർത്ഥം വെച്ചാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? എന്നെ തെറ്റിദ്ധരിക്കോ അതോ അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കോ? എന്തായാലും ഞാൻ അർത്ഥം വെക്കാം. പാപങ്ങളിൽ ചിലതിനേക്കാൾ വലുതാണെന്നുള്ള സൂക്തത്തിന്റെ താല്പര്യപ്രകാരം സിനാക്കെ വസ്വസെ അപ്പിനി ബീബിക്ക് മുജാമഅത്ത് കാ ഖയാൽ ബഹ്തർ ഹേ, വ്യഭിചാര ചിന്തയോടുകൂടി സ്വന്തം ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം നടത്തുന്നത് വളരെ നല്ലതാണ് എന്നാ പറയുന്നത്. അതിന്റെ മയൻ എന്താന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിച്ചോട്ടെ. പക്ഷേ നിസ്കാര സന്ദർഭത്തിൽ നിസ്കരിക്കുമ്പോൾ അവിടെ അത്തഹിയാത്തുണ്ട്, അതുപോലെ സുജൂദുണ്ട്, റുകൂഉണ്ട്, ഇഅ്തിദാലുണ്ട്, മറ്റു അർക്കാനുകളുണ്ട്, ഫാത്തിഹയുണ്ട്, വജ്ജത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബിയെ നേർക്ക് അഭിസംബോധനം ചെയ്യൽ നിർബന്ധമായ സന്ദർഭം അത്തഹിയാത്ത് തന്നെ. അങ്ങനെയുള്ള നിസ്കാരത്തിൽ ഒരാൾ അവന്റെ ഹൃദയം തന്റെ നേതാവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ തന്റെ മനസ്സങ്ങോട്ട് ലയിച്ചു പോവുക എന്നുള്ളത് അപ്പിനെ ബൈൽ ഔർ ഗദ്ദേ കി സൂരത്ത് മേം മുസ്തഗ്രിക് ഹോനെ സേ ബുരാ ഹേ. മറ്റേത് ബഹ്തർ ഹേ എന്നാ പറഞ്ഞത്. നല്ലതാണ്, കൂടുതൽ സ്പിരിറ്റ് ഉണ്ടാവുന്ന എന്താ അദ്ദേഹം ഉദ്ദേശം എന്നറിയില്ല, ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് എന്താ അദ്ദേഹം ഉദ്ദേശം എന്തായിക്കോട്ടെ. പക്ഷെ ഇവിടെ പറയാണ് നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂലിൽ അങ്ങോട്ട് മനസ്സ് ലയിച്ചു പോവുക എന്നത് കാളക്കഴുതയിൽ തന്റെ മനസ്സ് നിമഗ്നമാകുന്നതിനേക്കാൾ ബുരാഹേ, മോശമാണ്. ഞാൻ ആ വരി വായിച്ചു. എങ്ങനെങ്കിലും ന്യായീകരിച്ചുകൊണ്ട് ഇവരെ ഒപ്പിക്കാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാലത്ത്. എങ്ങനെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം, അതിനുവേണ്ടി നമ്മളെ സബഅത്ത് കുത്തുബിൽ ഉള്ള 1-2 ഇബാറത്തുകളൊക്കെ നോക്കി വെക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിന്റെ തൊട്ട് താഴെയുള്ള വരികൾ അങ്ങോട്ട് വായിച്ചതോടുകൂടി എല്ലാം പമ്പ കടന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. എന്താണെന്നറിയോ? ക്യോം കി, എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറയാ, ആദർശ ഗുരു പറയാണ്, തബ്ലീഗ് ജമാഅത്തിന്റെ ആചാര്യൻ പറയുകയാണ്, റസൂലിനുള്ള ചിന്ത അത് തഅ്ദീമാണ്, ആദരവാണ്. കഴുതയിലുള്ള ചിന്ത അത് നിസ്സാരതയാണ്. റസൂലിനോടുള്ള ആദരവാർന്ന ചിന്ത എന്ന് പറയുന്നത് അത് ശിർക്കാകുന്നു, ശിർക്കിന്റെ ശാഖയാകുന്നു, ശിർക്കിലേക്കുള്ള നിമിത്തമാകുന്നു. നബിയെ ആദരവോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുക, മനസ്സുകൊണ്ട് തഅ്ദീം ചെയ്യുക എന്നുള്ളത് ശിർക്കാണ് എന്നുള്ള വാദം ശുദ്ധ വഹാബിയത്തല്ലേ അല്ലേ? ഇപ്പം ഞാനിപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ വഹാബിസാണ്. ഇതെൻ്റെ കയ്യിലുള്ളത് വിചിന്തന മാസികയാണ്. ഏതോ ഒരു ലക്കം 2010 ജൂൺ 4 ഒരുപാട് വിചിന്തനം ഇറങ്ങിയിടം മുതൽക്ക് ഇന്നേ വരേക്കുള്ള വിചിന്തനത്തിൽ ഏതൊക്കെ ലക്കാന്നുള്ളതൊന്നും ഓർമ്മല്ല. ഏതായാലും ഇതിൽ പറയാ,
ഇതിൽ പറയുന്ന അതേ വാദം തന്നെയാണ് അവിടെയും പറഞ്ഞത്. കണ്ടോ, ഇതിൽ പറയുന്നത് എന്താ? ഇന്നത്തെ ആളുകൾ മുഹമ്മദ് നബിക്ക് ശേഷമുള്ള സാലിഹുകളോട് പ്രാർത്ഥിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബിക്ക് മുമ്പുണ്ടായിരുന്ന സാലിഹുകളോട് തേടുന്നു. മക്കയിലെ മുശ്രിക്കുകൾ സാലിഹുകളോടായിരുന്നില്ല തേടിയത് എന്ന് ഇതുവരെ ആരും വാദിച്ചതായി കേട്ടിട്ടില്ല. എന്തൊരു വാദം! മക്കത്തെ മുശ്രിക്കായത് സാലിഹീങ്ങളോട് തേടിയത് കൊണ്ടോ സാലിഹീങ്ങളെ തഅ്ലീം ചെയ്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് അബൂജഹൽ മുശ്രിക്കായത്? ഒരു ചോദ്യം. അബൂജഹൽ മുശ്രിക്കായത് എന്തുകൊണ്ട്? ലഅനത്തുല്ലാഹി അലൈഹി, ലഅനത്ത് ചെല്ലാൻ പറ്റുന്ന ആളഞ്ഞല്ലേ അബൂജഹൽ. ലഅനത്തുല്ലാഹി അലൈഹി മുശ്രിക്കായത് എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും സംവാദങ്ങളിലും എല്ലാത്തിലും പറയും അത് മഹാന്മാരോട് സഹായം ചോദിച്ചത് കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട്, ഇസ്ഹാഖ് നബിയോട്, ഇസ്മായിൽ നബിയോട് ചോദിച്ചത് കൊണ്ടാണ്. ആര് പറഞ്ഞു? ഞാൻ ഒരുപാട് മുജാഹിദുകളോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, സഹോദര ആരാണത് പറഞ്ഞത്? ഖുർആനിൽ അങ്ങനെയുണ്ടോ? ഹദീസിലുണ്ടോ? അറബി കിതാബുകളിലോ അനറബി കിതാബുകളിലോ ആധികാരികമായ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു വരിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിന്റെ സ്വന്തം ആശയവും ആദർശവും നീ ഉണ്ടാക്കിയ പുത്തൻവാദവും അല്ലാതെ. അപ്പൊ ആ സുഹൃത്തിന് മറുപടി ഇല്ല. ഇങ്ങോട്ടൊരു ചോദ്യം വരുമ്പോൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ മതി. ഇന്നലെ വയനാട് നമ്മൾ SKSFിന്റെ സുഹൃത്ത് എനിക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ശിർക്കല്ല എന്നുള്ളേക്ക് ഖുർആനിൽ എന്താ തെളിവൊന്ന് പറഞ്ഞൊരു ഉസ്താദേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരാ എന്നോട് ചോദിച്ചൊരു മുജാഹിദ് ചോദിച്ചാണ്. മുജാഹിദ് ചോദിച്ചിട്ടാണെങ്കിൽ മറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മതിയാവും. എന്താ മറിച്ചുള്ള ചോദ്യം? മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് ഖുർആനിലെ ഏത് ആയത്തിലാ പറഞ്ഞത്? ഫാത്തിഹ സൂറയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അൽ ബഖറ സൂറയിൽ പറഞ്ഞിട്ടുണ്ടോ? അൽ മാഇദയിൽ പറഞ്ഞിട്ടുണ്ടോ? അൽ അഅറാഫിലോ അൽ അൻആമിലോ അത്തൗബയിലോ സൂറത്തുൻ നാസിലോ സൂറത്തുൽ ഇഖ്ലാസിലോ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ മതി. ആ ചോദ്യം തന്നെ തിരിച്ചും മറിച്ചും പല ഉപചോദ്യങ്ങളായി ചോദിച്ചാൽ പിന്നെ ചോദ്യക്കാരനെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ചോദ്യം ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു ചോദ്യം ചോദിച്ചാൽ മതി. എന്നാ മനസ്സിലാവും ആ ചോദ്യത്തിലുള്ള അബദ്ധം എന്താണെന്നുള്ളത്. ഈ അടുത്തൊരു ചോദ്യം വരികയാണ്. അത് നമ്മളെ വാട്സപ്പിൽ ആ ചോദ്യം വന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ ഫാത്തിഹയും കുൽഹുവല്ലയും കുല്ലാദ് റബ്ബിൽ ഫലക്കും കുല്ലാദ് റബ്ബിൻ നാസ് ഓതിയിട്ട് ഇലാ ഹദ്റത്തി ഇലാ ഹദ്റത്തി ഇലാ ഹദ്റത്തി എന്ന് പറയുന്നുണ്ടല്ലോ. നേരത്തെ ഇപ്പം നമ്മൾ ഇവിടെ വരുന്നപ്പോഴൊക്കെ ഇലാ ഹദ്റത്തി പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇലാ ഹദ്റത്തി എന്നതിൻ്റെ തെളിവെന്താണ് എന്നാ ചോദ്യം. ഞാൻ പറഞ്ഞു, തെളിവ് ഒരുപാട് തെളിവുകളുണ്ട്. ഹദീസുകൾ നോക്കിയാൽ തെളിവുകളുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങളെ കിതാബുകൾ പരിശോധിച്ചാൽ, ഫത്ഹുൽ മുഈൻ നോക്കിയാൽ, തുഹ്ഫ നോക്കിയാൽ, ഫതാവൽ കുബ്ര നോക്കിയാൽ ഇതിലൊക്കെ തെളിവുകളുണ്ട്. പക്ഷെ ആ തെളിവ് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് എനിക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ ചോദ്യം? നിങ്ങൾ ദീനാണെന്ന് വിശ്വസിക്കുന്ന, ശരിയാണെന്ന് മനസ്സിലാക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നിങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിക്കുമോ? അല്ലെങ്കിൽ നബിയുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ തെളിയിക്കുമോ? ഒന്നിരിക്കൽ നിങ്ങൾ തെളിയിക്കും എന്ന് പറയാൻ ധൈര്യം കാണിക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അയാൾക്ക് തെളിയിക്കുമെന്നും ധൈര്യം പറയാൻ കഴിയുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ വാദം തന്നെ പൊളിഞ്ഞില്ലേ? അങ്ങനെ ആ വാട്സപ്പിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം നമ്മൾ കാത്തിരിക്കുന്ന ബഹുമാന്യരായ അബ്ദുസമദ് സാഹിബ്, പൂക്കോട്ട് സാഹിബ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ തികഞ്ഞ സാന്ദർഭികമായ സംസാരം ബഹുമാനപ്പെട്ട സമദ് സാഹിബ് ഇവിടെ നിർവഹിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും ആവേശം നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അധികം ദീർഘിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അബൂജഹൽ ശരിക്കും മനസ്സിലാക്കണം. ഒരു ചോദ്യം, എന്തുകൊണ്ട് അബൂജഹൽ മുശ്രിക്കായി? സാലിഹീങ്ങളോട് സഹായം തേടിയത് കൊണ്ടാണോ? ഇബ്രാഹിം നബിയോട് സഹായം തേടിയത് കൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ ഇവിടെ ആദ്യമായി മുശ്രിക്കീങ്ങളാവേണ്ടത് പരിശുദ്ധ സഹാബികളാവേണ്ടതായിരുന്നു. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ഉറങ്ങുകയാണ്. രാത്രി പാതിരാവിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കുവാൻ വേണ്ടി വുദൂ ചെയ്യാനായി പുറത്തേക്ക് ഇറങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൂരിരുട്ടിലതാ പറയുകയാണ്, ലബ്ബൈക 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 നുസിർത നുസിർത നുസിർത. നിനക്കിതാ ഉത്തരം, ഉത്തരം, ഉത്തരം. നിനക്കിതാ സഹായം, സഹായം, സഹായം. 2-3 തവണ അള്ളാഹുവിന്റെ റസൂൽ അതാ ആരോടൊന്നില്ലാതെ സംസാരിക്കുകയാണ്.
മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ആരോടാണ് നബിയെ അങ്ങ് സംസാരിക്കുന്നത്? നബി തങ്ങൾ പറയുകയാണ്, എത്രയോ അകലെ നിന്ന് ബനൂ കഅബ് കബീലയിലെ റാജിസായ സഹാബി എന്നോടതാ നസ്റം മുഅയ്യദാ, നബിയെ ഞങ്ങളെ ശക്തമായ സഹായം സഹായിക്കണേ, ശത്രുക്കളിതാ ഞങ്ങൾക്കെതിരിൽ ഒന്നിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ നബിയേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണേ നബിയായവരെ എന്ന് വിളിച്ചുകൊണ്ടതാ അകലെ നിന്നുകൊണ്ട്, എത്രയോ അകലെ, ഇവിടെ അടുത്ത് വളാഞ്ചേരി അങ്ങാടി ടൗണും അവിടെ ഒന്നുമല്ല, എത്രയോ കിലോമീറ്ററുകൾ മൈലുകൾ അപ്പുറത്തുനിന്ന് വിളിക്കുകയാണ്. ആ വിളിക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ലബ്ബൈക 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 നുസിർത നുസിർത നുസിർത. ഞാൻ ചോദിക്കട്ടെ, തബ്ലീഗ് ജമാഅത്തുകാരനോട് ചോദിക്കട്ടെ, നിങ്ങൾ ഫാത്തിഹ സൂറയുടെ വ്യാഖ്യാനത്തിൽ നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ മആരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ പരിഭാഷയിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? മറഞ്ഞ മാർഗത്തിലൂടെ അഭൗതിക രീതിയിലൂടെയുള്ള സഹായത്തേട്ടം കുഫറിന്റെ തേട്ടമാണ് എന്നല്ലേ? അതുപോലെ തന്നെ അൻആം സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇസ്തിഗാസ ചെയ്യുന്ന മുസ്ലിം അള്ളാഹുവിനെ മറന്നു പോകുന്നവനാണ്, ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയവനാണ്, അത് ശിർക്കും കുഫറുമാണ് എന്നല്ലേ തബ്ലീഗ് ജമാഅത്ത് മലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചത്? അവരുടെ ഖുർആൻ പരിഭാഷയിൽ അതല്ലേ എഴുതി വെച്ചത്? എന്നാൽ തബ്ലീഗ് ജമാഅത്തുകാരോട് ഞാൻ ചോദിക്കട്ടെ, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ മൂല സിദ്ധാന്തമായ അതിന്റെ വക്താക്കളായ വഹാബികളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ പാതിരാവിന് ശേഷം ഈ മനുഷ്യന് സഹായം നൽകുന്ന വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് പറയുന്ന ഈ ഹദീസ് ശിർക്കിന്റെ ഹദീസാണോ? ആണോ? ഈ ഹദീസ് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു കൊടുത്ത ഫത്ഹുൽ ബാരിയിൽ അംഗീകരിച്ചുകൊണ്ട് ഉദ്ധരിച്ച പരാമർത്ഥമല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. എന്നിട്ട് പറയാത് ശിർക്കാണ്. പിന്നെ എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? അബൂജഹൽ എന്തുകൊണ്ട് മുശ്രിക്കായി? അതിന് ഖുർആൻ തന്നെ എത്ര സ്ഥലത്താ മറുപടി പറഞ്ഞിട്ടുള്ളത്? ഞാൻ 3 ആയത്ത് മാത്രം ഇവിടെ പറയാം. സൂറത്തു സാഫാത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂന വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത ദണ്ണമാണ്, അഹങ്കാരമാണ്, നബിയെ ആക്ഷേപിക്കുകയാണ്, പച്ചപ്പിരാന്തനും അതുപോലെ നബിയെ ശകാരിക്കുകയാണ്, പിരാന്തൻ എന്ന് ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് ശകാരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ മുശ്രിക്കായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തത് കൊണ്ടാണ് മുശ്രിക്കായത്, അല്ലാതെ സ്വാലിഹീങ്ങളോട് സഹായം ചോദിച്ചത് കൊണ്ടല്ല. 2-ാമത്തെ ആയത്തിൽ സൂറത്ത് സ്വാദിന്റെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഒരുപാട് ദൈവങ്ങളെ ഒറ്റ ദൈവമാക്കുകയോ, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. മുശ്രിക്കീങ്ങൾ അത്ഭുതം കൂറുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ എന്താണ് അവരുടെ അത്ഭുതത്തിന്റെ കാരണം? തഫ്സീറുകൾ പറയുകയാണ്, അവര് പറയുകയാണ്, ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ഒരൊറ്റ പടച്ചോനെ കൊണ്ട് സാധ്യമല്ല. അതിനൊരുപാട് ദൈവങ്ങൾ വേണം, കുട്ടി ദൈവങ്ങൾ അനേകം വേണം. വലിയ തമ്പുരാനെ കൊണ്ട് ഇത് മുഴുവൻ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ കൊണ്ട് അല്ലെങ്കിൽ വലിയ തമ്പുരാനെ കൊണ്ട് ഇത് മുഴുവൻ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അനേകം തമ്പുരാക്കന്മാര് വേണം. അതുകൊണ്ടാണ് അവർ മുശ്രിക്കായത്. 3-ാമത് ഒരു ആയത്ത് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുകയാണ്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂന. അല്ലാഹു അല്ലാതെ ഒരുപാട് ഇലാഹുമാരെയാണ് അവർ സ്ഥാപിച്ചത്, അതുകൊണ്ടാണ് അവർ മുശ്രിക്കായത്. ഖുർആൻ പറയാ, അല്ലാതെ സ്വാലിഹീങ്ങളോട് സഹായം ചോദിച്ചത് കൊണ്ടല്ല. അതുകൊണ്ട് എൻ്റെ തബ്ലീഗ് ജമാഅത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഒരു പരാമർശം കൂടി അവരുടെ പരാമർശം വായിക്കുകയാണ്. അവർ പറയാണ്, എന്താണ്? കഴിഞ്ഞ 2014 ഇറക്കിയ ഒരു തടിച്ച പുസ്തകം ഉണ്ടല്ലോ, തബ്ലീഗ് ജമാഅത്ത് കേരളത്തിൽ വിതരണം ചെയ്ത പുസ്തകം, ദേവന്ത് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ എത്ര സ്ഥലത്ത് അവർ പറയുന്നത് മുഹിയുദ്ദീൻ മാലയും ഖുതുബിയ്യത്തും ഒക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്, സുന്നിയാൾ ഉണ്ടാക്കിയതല്ല. ഒക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. മഹാനായ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു, അവരാൽ വിരചിതമായ മുഹിയുദ്ദീൻ മാല, ലോക പ്രശസ്ത അഹ്ലുസ് സുന്നയുടെ ഇമാമുമാരായ ഈ 2 മഹാപണ്ഡിതന്മാരാൽ ഉണ്ടാക്കപ്പെട്ട മുഹിയുദ്ദീൻ മാലയും ഖുതുബിയ്യത്തും അത് ഷിയാക്കളുടെ കരങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. എല്ലാം ഷിയാവൽക്കരിക്കുക, ഷിയാരോപണം നടത്തുക, ഇത് തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു അജണ്ടയാണ്.
വഹാബികളുടെ അതേ അജണ്ട തന്നെയാണ്. നിങ്ങൾ നോക്കൂ, മറ്റൊരു ഉദാഹരണം. ഇത് ബലാഗ് മാസികയാണ്. 2016 ജനുവരി, ഒരു കൊല്ലായിട്ടുള്ളൂ, 2016 ജനുവരി 1 പബ്ലിഷ് ചെയ്യപ്പെട്ട ബലാഗ് മാസിക. ബലാഗ് മാസിക എന്ന് പറഞ്ഞാൽ തെബിലീഗ് മാസിക എന്നാണ്. കേരളത്തിലെ തെബിലീഗ് മാസികയാണ് ബലാഗ്. ഇതിലൊരു ലേഖനമുണ്ട്. ഇതിന്റെ കവർ സ്റ്റോറി തന്നെ എന്താണ്? മുഹിയുദ്ദീൻ മാല പിർത്തിനാമയുടെ പിന്തുടർച്ച എന്നാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ മുഹിയുദ്ദീൻ മാല കള്ളമാലയാണ് എന്നല്ലേ വഹാബികൾ പറയുന്നത്? അതേ ശുദ്ധമായ വഹാബിയത്ത് യാതൊരു കലർപ്പുമില്ലാതെ ഈ ബലാഗ് മാസികയിൽ പറയാം. ഇതിന്റെ പല പേജുകളിലായി പറയാം. ഏതാനും ചില ഭാഗങ്ങളൊക്കെ ഞാൻ വായിച്ചു തരാം. മുഹിയുദ്ദീൻ മാലയുടെ രചന കഴിഞ്ഞ് 2 നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ് റിഫാഇ മാല രചിക്കപ്പെട്ടത്. അതിന് കാരണം ഇവർ പറയാം, അക്കാലത്തെ പണ്ഡിതന്മാരുടെ പ്രതിഷേധവും പ്രതിരോധവും കവികളെ പിന്തിരിപ്പിച്ചിരിക്കുന്നു എന്നു വേണം അനുമാനിക്കേണ്ടത്. ശിർക്കിലേക്ക് നയിക്കുന്ന രചനകൾക്ക് എതിരെ അവർ ഉയർത്തിയ ശബ്ദമാകാം 2 ശതാബ്ദക്കാലത്തോളം ഇമാതിരി പാട്ടുകൾ രചിക്കപ്പെടാതെ പോയതിന്റെ കാരണം. അപ്പൊ മുഹിയുദ്ദീൻ മാല ശിർക്കായതുകൊണ്ടാണ് പിന്നെ അങ്ങനത്തെ പാട്ടുകൾ അന്ന് പണ്ഡിതന്മാരുടെ എതിർത്തൂത്രേ മുഹിയുദ്ദീൻ മാലനെ. അതുകൊണ്ടാണ് റിഫായി മാല ഉണ്ടാവാം 2 നൂറ്റാണ്ട് പിന്നിടേണ്ടി വന്നത്. ഇതാരാ പറയണത്? ഇത് സക്കരിയ സലായിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൗലവിമാരല്ല പറയുന്നത്, തബ്ലീഗ് ജമാഅത്തുകാരായി പറയുന്നത്. അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? കാളിദാസന്റെ മേഘദൂതത്തെ അനുകരിച്ച് പ്രാദേശിക ഭാഷകളിലെല്ലാം സന്ദേശ കാവ്യങ്ങൾ രചിക്കപ്പെട്ടതുപോലെ പേർഷ്യൻ ഭാഷയിൽ രചിക്കപ്പെട്ട സൂഫി പ്രശസ്ത ഗീതങ്ങളും പ്രണയകാവ്യങ്ങളും ലോക ഭാഷകളിലെല്ലാം കടന്നു വന്നു. ആ മഹാശൃംഖലയിലെ ഒരു കണ്ണിയാണ് മുഹിയുദ്ദീൻ മാല. അപ്പൊ മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ ഏതോ പ്രണയകാവ്യാണ്, ഏതോ പേർഷ്യൻ സാഹിത്യമാണ്, അതിന്റെ ഭാഗമാണ്, അതിന്റെ തുടർച്ചയാണ്, അത് മിത്താണ്. ഇതിൽ മിത്താന്ന് പറയുന്നുണ്ട്. സൂഫി ചിന്തകളും മിത്തുകളും ഇസ്ലാമിക പദാവലികളും ചേർത്ത് മെനഞ്ഞെടുത്ത പിർത്തിനാമായിലും മുഹിയുദ്ദീൻ മാലയിലും നായകൻ രക്ഷകനായി ചിത്രീകരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇത് ഇവരുടെ വിചാരം മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞ ഒരു സിനിമാ തിരക്കഥയെന്നാണ് വിചാരിച്ചത്. അതിലാണല്ലോ നായകനും നായികയും പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകുക, ഹീറോ മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞുണ്ടാകുക. നിങ്ങൾ നോക്കണം, മുഹിയുദ്ദീൻ മാല മുഹിയുദ്ദീൻ ശൈഖിന്റെ ശുദ്ധ ചരിത്രം അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ആ ചരിത്രകാവ്യം, മുഹിയുദ്ദീൻ ശൈഖിന്റെ ജീവിതത്തിന്റെ വിവിധ ദശകളെ, വിവിധ അത്ഭുതങ്ങളെ, കറാമത്തുകളെ വിവരിക്കുന്ന മുഹിയുദ്ദീൻ മാല. അതിനെപ്പറ്റിയാ ഇവരിങ്ങനെ പറയുന്നത്. ആരാ പറയുന്നത്? തബ്ലീഗ് ജമാഅത്തുകാരാ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ശുദ്ധ വഹാബിയത്താണ്, മൗദൂദിയത്താണ്. മൗദൂദിയത്ത് ഇപ്പോൾ കണ്ടല്ലേ, ഒരു പുതിയ പ്രമേയമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നോട്ടീസ് ഉണ്ട്. ഇസ്ലാം സന്തുലിതമാണ്. എന്താണ് ഈ സന്തുലിതം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം സന്തുലിതമാണ്. എന്താണ് അവരുദ്ദേശിച്ചത്? മടക്കനമ ചോട്ടിയ മാതിരിയാണ് എന്നോ? ഇവിടെ ചോട്ടി അവിടെ പൊന്തും, അവിടെ ചോട്ടി ഇവിടെ പൊന്തും എന്നാണോ? എന്താണ് അവരുദ്ദേശിച്ചത്? ഇസ്ലാമിലുള്ള പ്രവാചകന്മാരൊക്കെ തുല്യ സ്ഥാനക്കാരാണെന്നാണോ? എല്ലാ മനുഷ്യരും ഒരേ സ്ഥാനക്കാരാണെന്നാണ്? ഔലിയാക്കൾക്ക് പ്രത്യേകതയില്ല, അമ്പിയാക്കൾക്ക് പ്രത്യേകതയില്ല, എല്ലാവരും സാധാരണക്കാരാണ് എന്നാണോ ഉദ്ദേശിച്ചത്? ഇതാണോ സന്തുലിതവാദം? എങ്കിലത് അപകടകരമായ വാദമാണ്, പിഴച്ച വാദമാണ്. വഹാബിസം പിഴച്ചതുപോലെ മൗദൂദിസവും പിഴച്ചതാണ്. അതുകൊണ്ടല്ലേ മൗദൂദിസത്തിന്റെ സ്ഥാപകനായ അബുൽ അഅ്ല മൗദൂദിയുടെ പ്രശസ്ത പുസ്തകമായ ചോദ്യോത്തരം എന്ന പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് നിഷ്ഠൂരമായ കൊലപാതകം എന്ന് പറഞ്ഞ വൻദോഷം ചെയ്ത ആളാണ്. ഈ ഇരിക്കുന്ന സദസ്സിൽ നല്ല സദസ്സാണ്. ഈ സദസ്സിൽ ചിലപ്പോൾ പല തെറ്റുകളും ചെയ്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരാളെ കുത്തിക്കൊന്ന തെറ്റ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടാവില്ല. വേറെ പല തെറ്റും ചെയ്തിട്ടുണ്ടാവും. ഒരാൾ അറുകല ചെയ്ത തെറ്റ് ചെയ്ത ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്നാ മൂസാ നബി അതും ചെയ്തു എന്നാ പറയുന്നത്. ആരായി പറയുന്നത്? മൗദൂദികളാ പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ ഈമാൻകാരം വിശദീകരിക്കുകയാണ്. ആർക്കാ വിശദീകരിച്ചു കൊടുക്കുന്നത്? ഈ ഭൗതിക വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്കാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. പക്ഷേ പരലോകത്തിന്റെ കാര്യത്തിയപ്പോൾ അവിടെ നിന്നു. പിന്നെ ഖദറിലെ വിശ്വാസം വിശദീകരിക്കുന്നില്ല. അക്കാലത്തുള്ള പണ്ഡിതന്മാർ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ അതിന് പല ന്യായീകരണങ്ങളും പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു ന്യായീകരണമാണ് അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന്റെ വിശദീകരണത്തിൽ അത് ഉൾപ്പെട്ടു. പക്ഷെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ അള്ളാഹു എന്നതിനെ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഖദറിനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഖദറിലുള്ള വിശ്വാസത്തെ നിരാകരിക്കുന്ന പുത്തൻവാദം എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ കാലത്തേ ഉണ്ടായതാണ്.
ആ വിശ്വാസ ബിദ്അത്തിനെ സംബന്ധിച്ച് അക്കാലത്തുള്ള പ്രഗൽഭരായ സ്വഹാബിമാർ ആരൊക്കെയാണവർ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സ്വഹാബിമാർ എല്ലാവരും പറഞ്ഞത് എന്താ? ലൗ അൻഫഖത മിസ്ല ഉഹദിൻ ദഹബാ ലാ യഖ്ബലുല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദരി. നീ ഉഹദ് മലയോളം സ്വർണം നല്ല മാർഗത്തിൽ ചെലവാക്കിയാലും അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈമാൻ കാര്യത്തിൽ ആറാമത്തെ കാര്യമായ ഖദർ കൊണ്ടുള്ള വിശ്വാസം ശരിയാവാതിരുന്നാൽ, ഈമാൻ പിഴച്ചു പോയാൽ, ആദർശം വ്യതിചലിച്ചു പോയാൽ പിന്നെ ഒന്നും സ്വീകരിക്കൂലാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിൽ നിന്ന് ലഭിച്ച ആമിനൂ ബിമിസ്ലിമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ച ആ ഈമാൻ, ആ ആദർശം, ആ അഖീദ, അതാണ് താബിഈങ്ങൾക്ക് കിട്ടിയത്, അതാണ് താബിഉ താബിഈങ്ങൾക്ക് കിട്ടിയത്, അതാണ് അയിമ്മത്ത് മുജ്തഹിദീങ്ങൾക്ക് കിട്ടിയത്, അതാണ് അഖീദയുടെയും തഫ്സീറിന്റെയും മദ്ഹബിന്റെയും ഇമാമുമാർക്ക് കിട്ടിയത്, അതാണ് കേരളത്തിലേക്ക് വന്നത്, അതാണ് മഖ്ദൂമിങ്ങൾ പ്രചരിപ്പിച്ചത്, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രചരിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ നേരത്തെ ഇവിടെ പറഞ്ഞു, അധ്യക്ഷ പ്രസംഗത്തിലോ അല്ലെങ്കിൽ തങ്ങളെ പ്രസംഗത്തിലോ പറഞ്ഞു, സമസ്തയുടെ ആലിമീങ്ങളുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞപ്പോൾ കുമരമ്പത്തൂർ ഉസ്താദിന്റെ ചരിത്രം തങ്ങൾ പറഞ്ഞത് 100% ശരിയാണത്. കാരണം ഞാൻ ആ വിഷയവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. കുമരമ്പത്തൂർ ഉസ്താദിന്റെ ആഖിബത്തിന്റെ നിമിഷങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞിരുന്നു, അവിടെ പോയിരുന്നു, കണ്ടിരുന്നു. നമ്മൾ അടുത്ത ബന്ധുക്കാര് എന്ന നിലക്ക്, നേതാവ് എന്നുള്ള നിലക്കല്ല, ബന്ധുക്കാര് എന്ന നിലക്ക് ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവസാന നിമിഷത്തിൽ കൂടിയിരുന്ന ആളുകളുടെ കർണപുടങ്ങളിൽ എല്ലാം തട്ടും വിധത്തിൽ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെയാണ് കുമരമ്പത്തൂർ ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് പോയത്? തിങ്കളാഴ്ചയല്ലേ നബിദിനാഘോഷം. തിങ്കളാഴ്ച മഗ്രിബിന് ശേഷം തൻ്റെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന മൗലിദിന്റെ, വിദ്യാർത്ഥികളുടെ മദ്ഹ് പാരായണത്തിന്റെ, മദ്ഹ് പ്രഭാഷണത്തിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് കേൾക്കുകയാണ്. അങ്ങനെ ആ പരിപാടി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അസ്വസ്ഥത വരികയാണ്. നേരെ കൊണ്ടുപോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന്റെ സദസ്സീരു കർണങ്ങളെ കൊണ്ടും കേട്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ആ മഹാൻ അല്ലാഹുവിലേക്ക് യാത്രയാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടാണെങ്കിൽ ശരിയല്ലേ ഈ പറഞ്ഞതൊക്കെ? സമസ്ത പറയുന്ന കാര്യം ശരിയല്ലേ? ഈ കേരളത്തിലുള്ള ആയിരക്കണക്കിന് മഹല്ലുകൾക്ക് ഏകീകൃതമായ സ്വഭാവമുണ്ടാക്കി കൊടുക്കുകയും അവയെ ശൈഥില്യമില്ലാതെ ഇണക്കി കൊണ്ടുപോവുകയും ചെയ്യുകയാണ് സമസ്ത ചെയ്യുന്നത്. അല്ലാതെ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന് പറഞ്ഞിട്ട് സമസ്ത ഇവിടെ ആകെ ശൈഥില്യം ഉണ്ടാക്കുകയാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. സംസ്ഥാന എന്ന് പറയുന്ന അനവാദികൾ, ഞാൻവാദികൾ, അവർ പറയുന്നത് സമസ്ത ഇവിടെ മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കുകയാണ്. ഇവർ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത് തന്നെ നമ്മൾ അറിയണത്. ജനങ്ങൾക്കോ സാധാരണക്കാർക്കോ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾക്കോ അങ്ങനത്തെ ഒരു ആക്ഷേപമേ ഇല്ല, അങ്ങനത്തെ ഒരു ആരോപണമേ സമസ്തയെ കുറിച്ചില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള സംഗതി, വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 90-ാം വാർഷികം ആലപ്പുഴയിൽ നടന്നു. എന്തായിരുന്നു ആ സംഭവം? നമ്മളൊക്കെ ആലപ്പുഴയിൽ സമ്മേളന നഗരിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ മഹലിൽ നിന്ന് വന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു, എന്തിനാ റബ്ബേ ഇത്ര വലിയ ഒരു നഗരി, കിലോമീറ്ററുകളോളം നീളമുള്ള സമ്മേളന നഗരിക്ക് എന്താ ആവശ്യമുള്ളത്? അത്രയ്ക്ക് ആൾ ഈ ആലപ്പുഴയിൽ കൂടുമോ? ഇത് മലബാറൊന്നും അല്ലല്ലോ. പക്ഷേ സമ്മേളന നഗരിയിലേക്ക് അടുത്തപ്പോഴല്ലേ അത്ഭുതം. ലക്ഷോപലക്ഷം ആളുകളെ ഉൾക്കൊള്ളാനാവാതെ കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള മഹാനഗരം വീർപ്പുമുട്ടുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ് 90-ാം വാർഷികത്തിന്റെ സമാപന നഗരി നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. പക്ഷെ അത് അച്ചടക്കത്തിന്റെ പ്രതിഭാസം. പോലീസ് ഉദ്യോഗസ്ഥർ, കലക്ടർമാർ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ആലപ്പുഴക്കാർക്കൊരു പുതിയ അനുഭവമാവുകയാണ്. അച്ചടക്കത്തോടെ, ആത്മീയമായ ഏതോ ഒരു ശക്തിയുടെ സ്വയം നിയന്ത്രണത്തോടെ ഒഴുകുന്ന പാരാവാരത്തിന്റെ അത്ഭുതകരമായ ശക്തി കണ്ടു. ഈ ശക്തി പല ആളുകളെയും ഞെട്ടിച്ചിട്ടുണ്ട്. വഹാബിസത്തെയും മൗദൂദിസത്തെയും തബ്ലീഗിസത്തെയും മാത്രമൊന്നുമല്ല, ഇതര കക്ഷികളെ മാത്രമല്ല,
ഇങ്ങനെയുള്ള ചില ഞാനൂൽവാദികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നമുക്കൊന്നും ഒരു അഡ്രസ്സും ഉണ്ടാവില്ല എന്നവർ മനസ്സിലാക്കി. അപ്പോൾ എന്തെങ്കിലും ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കണമല്ലോ. അതിനിടക്കാണ് നമ്മളെ ശരീഅത്ത് സംരക്ഷണ റാലി ഉണ്ടാകുന്നത് മലപ്പുറത്ത്. റബ്ബേ, അതിൻ്റെ കഥ പിന്നെ പറയും വേണ്ട. ഒരു ഒഴുക്കായിരുന്നു മലപ്പുറം തെരുവിനെ, അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആ വിശാലമായ റോഡുകളിലൂടെ, ഭാരതപ്പുഴയിലൂടെ വർഷക്കാലത്ത് വെള്ളമൊഴുകുന്നത് പോലെ ജനസഞ്ചയമായിരുന്നില്ലേ 2-3 കിലോമീറ്റർ അങ്ങോട്ട് ഒഴുകിയത്? എവിടുന്നാണ് ഈ ആളുകളൊക്കെ വന്നത്? അതൊരു വലിയ അത്ഭുതമാണ്, കറാമത്താണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ പോയാല് സാധാരണക്കാര് മുഴുവൻ സമസ്തയുടെ പിറകിലാണല്ലോ. പണ്ഡിതന്മാർ മാത്രമല്ല, സയ്യിദന്മാർ മാത്രമല്ല, ഈ രാജ്യത്തെ സാധാരണക്കാരിൽ സാധാരണക്കാർ വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പിറകിലാണല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോ ചില സംസ്ഥാനക്കാരും എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ തുള്ളലൊക്കെ അവിടെ നിർത്തിച്ചള്ളി. അതൊന്നും ഇവിടെ വിലപ്പോകുന്ന കാര്യമല്ല. എന്നിട്ട് പറയാ, എന്താ പറയണത്, ഉസ്താദുമാർക്ക് SKSSFകാർ MSRന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി യോഗ്യത അല്ലെങ്കിൽ സമസ്തയെ അംഗീകരിക്കുന്ന ആളാണ് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷിത്വം SKSFന്റെ കുട്ടികൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ വലിയ അപരാധമാണത്രേ. ഉസ്താദ് ഷെഡിട്ട് പഠിപ്പിച്ചു കൊടുത്ത കുട്ടികൾ എങ്ങനെ ഒപ്പിട്ട് കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മദ്രസയിൽ ഉസ്താദുമാർക്ക് പണി ഷെഡിട്ട് കൊടുക്കലാണ്. അപ്പം ഇവരെ മദ്രസയിൽ അതാ പണിയേ. ഞങ്ങളെ മദ്രസയില് ഖുർആനാ പഠിപ്പിക്കുന്നത്, ഞങ്ങളെ മദ്രസയില് ഫിഖ്ഹാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങളെ മദ്രസയിലെ അഖീദയും തജ്വീദും ഈമാൻ കാര്യം ഇസ്ലാം കാര്യം പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ മദ്രസയിൽ ഷെഡിട്ട് കൊടുക്കുക. ഷഡിട്ട് കൊടുക്കുന്ന കുട്ടികളെങ്ങനെ ഒപ്പിട്ട് കൊടുക്കുക എന്നാ പറഞ്ഞത്. അതിന് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് നല്ല മറുപടി പറഞ്ഞ് അല്ലേ. അതോടൊപ്പം തന്നെ പിന്നെ പറയുന്നത് പിന്നെ വല്ലാത്തൊരു ഗുരു, എന്താ പറയാ, ഏത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പറയാതെ പറയുന്നത് പൊട്ടത്തരാണെന്നുള്ളത്. നമ്മുടെ SBV സുന്നി ബാലവേദി മദ്രസകളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സംഘടിത സ്വഭാവ പുരോഗതിക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട SBVയിൽ കുട്ടികൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടെ MSFൽ കുട്ടികളെ കിട്ടാനില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗരൊക്കെ ജാഗ്രതേന്നാ. മുസ്ലിം ലീഗരെ ഞങ്ങൾക്ക് MSFൽ യൂത്ത് ലീഗിലേക്ക് കുഞ്ഞ് കുട്ടികളെ കിട്ടൂല. കാരണം വിദ്യാഭ്യാസ ബോർഡിന്റെ ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴില് ഇവിടെ മദ്രസകളിലൊക്കെ SBV ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഈ പറയുന്നത്? SBV ഉണ്ടാക്കിയതുകൊണ്ട് MSFൽ കുട്ടികളെ കിട്ടുന്നില്ല എന്നോ? എന്നിട്ട് മുസ്ലിം ലീഗരോട് ഒരു ഉപദേശം, നിങ്ങൾ സമസ്തക്കാരെ കരുതിയിരിക്കണം. പിന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ടല്ലോ ഇവിടെ, CITയും STയും പിന്നെ വേറെന്തൊക്കെയുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയാക്കും ഇവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട്. തൊഴിലാളി പ്രസ്ഥാനക്കാരോട് ഒരു വലിയൊരു ആഹ്വാനം എന്താണ്? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെ സൂക്ഷിച്ചിരിക്കണം കേട്ടോ, അവരെ കരുതിയിരിക്കണം. കാരണം എന്താണെന്നറിയോ? അവര് തൊഴിലാളികളുടെ അവകാശം, തൊഴിലാളികളാകുന്ന മുഅല്ലിമീങ്ങളുടെ അവകാശത്തെ അട്ടിമറിച്ചവരാണ്. മുഅല്ലിമീങ്ങളെ, പാവപ്പെട്ട മുഅല്ലിമീങ്ങളെ അവരെ പീഡിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെന്താ കാരണം പറഞ്ഞത്? ക്ഷേമനിധി എന്നൊരു പരിപാടിയുണ്ട്. ക്ഷേമനിധി നടത്തുന്നത് ജമിയത്തുൽ മുഅല്ലിമീനാണ്. MSRും കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ ബോർഡാണ്. അത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ക്ഷേമനിധിയിലേക്ക് ഒരു വർഷത്തിൽ ഒരു ദിവസത്തെ വേതനം ഒരു മുഅല്ലിം അടക്കും. അങ്ങനെ ഈ ക്ഷേമനിധിക്ക് അത് മാത്രമല്ല ഫണ്ടുള്ളത്, അതിലേറെ എത്രയോ അതിലേക്ക് ഫണ്ട് വരാൻ വേറെ മാർഗങ്ങളാണുള്ളത്. അങ്ങനെ ആ ക്ഷേമനിധിയിൽ നിന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമങ്ങളും അതിൻ്റെ നിബന്ധനകളും പാലിച്ച അധ്യാപകർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. 27,000 രൂപയ്ക്ക് ആനുകൂല്യങ്ങൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത്. അതുപോലെ തന്നെ സർവീസ് ആനുകൂല്യമുണ്ട്. ഓരോ വർഷത്തെ വിവാഹ സഹായങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് പെൻഷനുണ്ട്. 1000 രൂപ 1500 രൂപയൊക്കെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകൾക്കും. പക്ഷെ അതിനൊക്കെ വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ പാലിക്കുന്ന ആളുകൾക്ക്, ഇങ്ങനെ നിബന്ധനകൾ പാലിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യവും സഹായവും നൽകാൻ വേണ്ടി സ്വരൂപിക്കുന്ന സംഭാവന ചെയ്യുന്ന ഫണ്ടാണ് ക്ഷേമനിധി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ഉറുഫുണ്ട്. എന്താ ഉറുഫ്? ഇതിലേക്ക് നൽകുന്ന സംഭാവന ഈ രൂപത്തിൽ വിതരണം ചെയ്യാനുള്ളതാണ്. ഇവര് പറയണത് എന്താ? സംഭാവന ചെയ്യുന്നവർക്കൊക്കെ അതിന് സമസ്തയായാലും സംസ്ഥാനമായാലും ഖാദിയാനിയായാലും എല്ലാവർക്കും കൊടുക്കണം എന്നാ.
അതെ, തെറ്റാണ് പറഞ്ഞത്. ഒരു വിഷയത്തിന് വേണ്ടി സ്വരൂപിച്ച സംഭാവന ചെയ്ത ഫണ്ട് ആ കാര്യത്തിലെ ചെലവാക്കാൻ പറ്റുള്ളൂ. കൊടുക്കണവർക്ക് മുഴുവൻ ചെലവാക്കാനുള്ളതല്ല ആ ഫണ്ട്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു പരിപാടിയിൽ ഒരു ഫണ്ട് രൂപീകരിച്ചാല് ആ ഫണ്ട് ചെലവാക്കേണ്ടത് പിന്നെ കുട്ടികളെ കെട്ടിച്ചിണിക്കല്ല, അത് ക്യാൻസർ രോഗികൾക്കാണ്. അങ്ങനെയാണ് മസ്അല ഉള്ളത്. നിങ്ങൾക്ക് സമസ്തയോടുള്ള അടങ്ങാത്ത അമർഷം കാരണത്താല് ഇപ്പൊ നിങ്ങളിപ്പോ എന്താ മസ്അലയും നിങ്ങൾക്ക് അറിയാതെ പോയോ? ഫിഖ്ഹ് നിങ്ങൾക്ക് തിരിയാതെ പോയോ? പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പല പല മറുപടികളും വന്നുകൊണ്ടിരിക്കുകയാണ്. മുഅല്ലിമീങ്ങളെ പിടിച്ചു വാങ്ങുകയാണ്, വസ്ബ് ചെയ്യാണ്. മഹാന്മാരായ മുഅല്ലിമീങ്ങളിൽ നിന്ന് വസ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? തട്ടിപ്പറിച്ചെടുക്കുകയാണ് എന്നാ പറയുന്നത്. അല്ല, ഉത്തരവാദപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സാരഥികളൊക്കെ ഇവിടെയുണ്ട്. ഉത്തരവാദപ്പെട്ട ആളുകളുടെ വിശദീകരണം നമ്മൾ കേട്ടതാണ്. ഇവിടെ ഒരാളിൽ നിന്നും അങ്ങനെ വസ്ബ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ദിവസത്തെ വേതനം കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അയാളെ MSR ക്യാൻസൽ ചെയ്യുന്നില്ല, അയാളെ മദ്രസയിൽ നിന്ന് പിരിച്ചുവിടുന്നില്ല, പിരിച്ചുവിടാൻ വേണ്ടി നിർദ്ദേശിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിന് വസ്ബ് എന്ന് പറയാ? എന്താണ് വസ്ബിന്റെ നിർവചനം? നിങ്ങൾ ഫിഖ്ഹ് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം അതിൽ പറഞ്ഞ പദങ്ങളുടെ നിർവചനം ഇതൊന്നും നോക്കാതെ സമസ്തപ്പ വസ്ബ് ചെയ്യാണ്. അല്ലേ? എത്ര മോശമാണത്. പിന്നെ പറയുന്നത് ഒരു ആരോപണം കൂടി പറയുന്നത്, നാട്ടുകാരുടെ മദ്രസ ഇപ്പൊ സമസ്ത ഉടമപ്പെടുത്തിയിട്ടുണ്ട്. ആരാ പറഞ്ഞത്? വളാഞ്ചേരിയിൽ ഒരു പള്ളിയും വളാഞ്ചേരിയിൽ ഒരു മദ്രസയുണ്ടെങ്കിൽ അത് വളാഞ്ചേരിക്കാരുടെ മദ്രസയാണ്, വളാഞ്ചേരിക്കാരുടെ പള്ളിയാണ്. അല്ലാതെ അത് സമസ്തയുടെ അധീനതയിലുള്ള സമസ്ത ഉടമപ്പെടുത്തിയ സമസ്തയുടെ ഭരണത്തിൽ വന്ന പള്ളിയാണെന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? സമസ്തയുടെ മദ്രസ എന്ന് പറഞ്ഞാൽ എന്താ? സമസ്ത ഭരണം നടത്തുന്ന മദ്രസ എന്നാ? എന്താണ് ആ ഇലാഫത്തിന്റെ അർത്ഥം? അദിനാ മുലാബസയുടെ ഒരു ഇലാഫത്ത് ഒരു ഇലാഫത്ത് ഉണ്ട്, പഠിച്ചോളൂ. ഇലാഫത്ത് എന്ന് പറഞ്ഞാൽ മിൽക്കിയത്തിന് മാത്രമല്ല. ഇലാഫത്ത് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയ്ക്ക് മാത്രമല്ല. ഇലാഫത്ത് എന്ന് പറഞ്ഞാൽ അദിനാ മുലാബസ, മറ്റു നിലക്ക് ബന്ധമുള്ള ഇലാഫത്ത്. ഇലാഫത്ത് പറഞ്ഞാൽ ഒരു അറബി ഗ്രാമറാണ് ഞാൻ പറയുന്നത് കേട്ടോ, അത് തിരിയേണ്ടവർക്ക് തിരിഞ്ഞോളും, അല്ലാത്തവർ കുറച്ചെല്ലാം ക്ഷമിച്ചാൽ മതി. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്തയുടെ മദ്രസ എന്ന് പറഞ്ഞാൽ സമസ്ത അവിടെ കയറി ഭരണം നടത്തുന്നുണ്ടെന്നല്ല, മറിച്ച് ഈ നാട്ടുകാരുടെ മദ്രസക്ക് ഒരു അംഗീകാരം കൊടുക്കണം. ഞങ്ങൾ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമാവലികളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഈ മദ്രസകൾ നടത്താം എന്ന് അപേക്ഷിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് അംഗീകാരം കൊടുക്കുമ്പോൾ അതിന് പറയുന്ന പേരാ സമസ്തയുടെ മദ്രസ എന്ന്. അല്ലാതെ സമസ്ത കയറി ഭരണം നടത്തുന്ന മദ്രസ എന്നല്ല. എവിടുന്നേ നിങ്ങൾക്ക് അങ്ങനെ അർത്ഥം കിട്ടിയത്? ആരാണ് അർത്ഥം പഠിപ്പിച്ചത്? എന്നിട്ട് ചോദിക്കുക, നാട്ടുകാരുണ്ടാക്കിയ മദ്രസ എങ്ങനെ സമസ്തന്റെ മദ്രസയാകുമോ? അപ്പൊ നമ്മൾ പറഞ്ഞു, അത് സമസ്തയുടെ മുമ്പിൽ അവര് അഫിലിയേഷന് വേണ്ടി വ്യക്തമായി അപേക്ഷിച്ചിട്ട് അംഗീകാരം കൊടുത്തതാണ്. അപ്പൊ അവര് പറയാം, അത് നിങ്ങൾ അച്ചടിച്ച പേപ്പറിൽ കമ്മിറ്റിക്കാർ ഒപ്പിട്ടതല്ലേ. എന്താണെന്നൊക്കെ പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ ഒരു സ്ഥാപനത്തെ അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും നെറ്റിൽ നിന്ന്. അതിൽ നമ്മൾ പൂരിപ്പിക്കും, ഒപ്പിടും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഒപ്പേറ്റിട്ടുള്ളൂ, അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്നാ. കാരണം അത് അച്ചടിച്ചത് യൂണിവേഴ്സിറ്റിക്കാരാണ്, അതുകൊണ്ട് ഒപ്പിട്ട ആൾക്കാർക്ക് അതിൽ ഉത്തരവാദിത്തമില്ലാന്നോ? എന്തതിന് പറയാ? ഇവരൊക്കെ വലിയ കിതാബ് തിരിയുന്ന ആൾക്കാരാന്ന് ഇങ്ങനെ പറഞ്ഞ് നടന്നാ മതിയോ? കിതാബിന്റെ വില പോകൂലേ? എന്നിട്ട് നിങ്ങൾ നോക്കണം, കഴിഞ്ഞ നവംബർ മാസം 8-ാം തീയതിയാണല്ലോ നമ്മൾ നരേന്ദ്രമോദി നോട്ടൊക്കെ പിൻവലിച്ചത്. കറൻസികൾക്ക് ഒരു വിലയില്ല, ഒരു ഉപകാരമില്ല എന്നാ ഇവരുടെ വാദം. ആരുടെ വാദം? ഈ സംസ്ഥാനക്കാരെന്ന് പറയുന്നവരുടെ വാദം. കറൻസിക്ക് ഒരു ഉപകാരമില്ല, കറൻസി അതിന്റെ സ്വന്തത്തിൽ ഉപകാരമില്ല, അത് പ്രഖ്യാപിതമായ ഉപകാരമാണ്. പ്രഖ്യാപിതമായ ഉപകാരം ആയിക്കോട്ടെ, പ്രഖ്യാപിതമായ ഉപകാരമാവട്ടെ, സർക്കാരിനാൽ പ്രഖ്യാപിതമായ ഉപകാരവും വിലയുമാവട്ടെ,
സ്വതവേ ഉള്ള ഉപകാരവും വിലയുമാവട്ടെ, അത് ഒരു വസ്തുവിന്റെ ദാത്തിലടങ്ങിയ ഉപകാരം തന്നെയാണ്. അല്ല എന്ന് ഏതെങ്കിലും ഒരു ഫിഖഹിന്റെ ഇബാറത്ത് കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമേ അല്ല, ഒരിക്കലും സാധ്യമല്ല. എത്ര ഫിഖഹിന്റെ കിതാബിന്റെ ഇബാറത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്? തുഹ്ഫത്തുൽ മുഹ്താജില്ലേ, നിഹായയില്ലേ, മുഗ്നിയില്ലേ, ഫത്ഹുൽ മുഈനില്ലേ? ഒരു വസ്തുവിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചുണ്ടാകുന്ന ഉപകാരവും വിലയാവട്ടെ, അതല്ലെങ്കിൽ സ്വതവേ ഉണ്ടാകുന്ന ഉപകാരവും വിലയുമാവട്ടെ, രണ്ടായാലും അത് അതിന്റെ ദാത്തിലടങ്ങിയ ഉപകാരം തന്നെയാണ്. അല്ല എന്ന് തെളിയിക്കാൻ ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണം. സാധ്യമല്ല. ഞാൻ ആരും വ്യക്തിപരമായി എഴുത്തല്ല. ഇത് സമസ്തയെ ജനമധ്യത്തിലിട്ടൊന്ന് താറടിച്ചാൽ ജനങ്ങളുടെ കൽബിൽ സ്വീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തെ കുടിയിറക്കാമെന്ന് വ്യാമോഹിക്കുന്നവരുടെ തനിനിറം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ തനിനിറം ഞങ്ങൾക്ക് കുറേ അറിയാം, നമ്മൾ കുറേ വായിച്ചതാണ്, ഒരുപാട് വായിച്ചതാണ്. ഇവരുടെ പഴയൊരു പ്രസിദ്ധീകരണമുണ്ട്, ഈ സംസ്ഥാനക്കാരുടെ പഴയൊരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട് എന്താണെന്നറിയോ? 1960കളിൽ ഈ സ്പീക്കർ ഖുത്ബയുമായി ബന്ധപ്പെട്ട് സമസ്ത ഒരു തീരുമാനമെടുത്തു. 1967 എനിക്ക് തോന്നുന്നത്. ആ കാലയളവില് കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും സദഖത്തുള്ള ഉസ്താദും അല്ലാതെ ബാക്കി സമസ്ത മുഷാവറയിലുണ്ടായിരുന്ന ഒരൊറ്റ പണ്ഡിതനും ദീനിന്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ കഴിവില്ലാത്ത, ആർജവത്വമില്ലാത്ത ആൾക്കാരായിരുന്നു അന്നത്തെ മുഷാവറയിൽ ഉണ്ടായിരുന്നെന്ന് എഴുതി വെച്ച ആളാണ് ഈ പറഞ്ഞ മൗലവി, ഈ പ്രസംഗിക്കുന്ന മൗലവി. 1960കളിലെ സമസ്ത മുഷാവറയിലുള്ള ആലിമീങ്ങൾക്ക് ഒരു ദീനീ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിവും ആർജവത്വവും ഇല്ലാത്ത ആളാണെന്ന് ബുൽബുൽ ദശവാർഷിക പതിപ്പിൽ നിങ്ങളല്ലേ എഴുതിയത്? അങ്ങനെ പറയാൻ, ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന കേരളത്തിന്റെ മക്കളുടെ മുമ്പിൽ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ച് വ്യഭിചാരത്തിന് ഫത്വ കൊടുക്കുന്നയാളാണ് എന്ന് എഴുതി വെച്ച ആളല്ലേ ഈ അദ്ദേഹം? ഇതൊക്കെ ഞങ്ങൾ വായിക്കാത്തത് കൊണ്ടല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഒരു വിവാദമാക്കേണ്ട, പൊതുജനത്തിന് മുമ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. അതൊക്കെ അങ്ങനെ കിടക്കട്ടെ, പുസ്തകങ്ങളിലും താളുകളിലും ഇതളുകളുമായിട്ട് അങ്ങനെ പോവട്ടെ. അതൊക്കെ നമുക്ക് ക്ഷമിക്കാം, പൊറുക്കാം, സഹിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാ ഇപ്പൊ സമസ്തയ്ക്കെതിരിൽ വാളോങ്ങുന്നത്. നടക്കൂല. അതൊരു ഞാനൂരിന്റെ വെല്ലുവിളിയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അത്രേ ഇവിടുത്തെ പൊതുജനങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ പൊതുസമൂഹം അങ്ങനെ അതിനെ വീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കേരള സംസ്ഥാനം രൂപീകരിക്കാൻ കാരണം മൈക്കയിൽ ഖുത്ബ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് മൈക്കയിൽ ഖുത്ബ നിർവഹിക്കുന്നത് പറ്റുമെന്ന് പറയുക വഴി 1967കളിൽ സമസ്ത പാസാക്കുക വഴി ശാഖാപരമായ വിഷയത്തിൽ തീരുമാനം പാസാക്കിയത് സമസ്തയുടെ സ്ഥാപിത നയത്തിന് വിരുദ്ധമായതുകൊണ്ടാണ് ഞങ്ങൾ വേറെ സംഘടന രൂപീകരിച്ചതെന്ന് അപ്പോൾ അവർ പറയുന്നത്. ശാഖാപരമായ വിഷയത്തിൽ സമസ്ത തീരുമാനം എടുക്കാൻ പറ്റൂല, ആദർശപരമായ വിഷയങ്ങൾ സംസാരിച്ചാൽ മതി. കർമ്മശാസ്ത്രപരമായ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല, കാരണം 4 മദ്ഹബിനും അണിനിരക്കാൻ പറ്റുന്നതാവണം. പച്ച പൊള്ളല്ലേ പറയണത്? അങ്ങനെയാണെങ്കിൽ സദഖത്തുള്ള മുസ്ലിയാരുടെ ഫതാവയിൽ അദ്ദേഹം എഴുതി വെച്ചത് ശരിയാണെന്നും തെറ്റാണെന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അതിലേക്കൊന്നും അദ്ദേഹത്തിന്റെ ശരാശരിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ മൈക്കയിൽ ഖുത്ബ നിർവഹിക്കാൻ പാടില്ല എന്ന് സമസ്ത മുഷാവറ മുമ്പ് തീരുമാനിച്ചു എന്ന്. അപ്പൊ ആ തീരുമാനം അത് അദ്ദേഹം എഴുതിയതാട്ടോ, സമസ്തയുടെ മുനിസിലോ മറ്റോ നമ്മൾ കണ്ടതല്ല. അദ്ദേഹം എഴുതി വെച്ചതാണ്. എഴുതി വെച്ചത് എന്താണ് എന്തല്ല എന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ആളുകളും തന്നെ ചെയ്തോട്ടെ. പക്ഷേ ശാഖാപരമായ ഒരു വിഷയത്തിൽ മറുത്തൊരു തീരുമാനം അതിന് മുമ്പെടുത്തു എന്ന് നിങ്ങൾ എഴുതി വെച്ചത് സമസ്തയുടെ സ്ഥാപിത നയത്തിന് വിരുദ്ധമാണോ? എന്താ സമസ്തയുടെ സ്ഥാപിത നയങ്ങൾ? നിങ്ങളൊന്ന് വിശദീകരിച്ചാണി. നിങ്ങൾ സമസ്തയെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? അറിയുമെങ്കിൽ അതൊന്ന് വിശദീകരിക്കണം. എന്താണ് ശാഖാപരം, എന്താണ് അടിസ്ഥാനപരം, എന്താണ് ഉസൂലി, എന്താണ് ഫുറൂഅ്? ഇതൊക്കെ ചർച്ച ചെയ്ത അങ്ങളെ കള്ളി പൊളിയും. വല്ലാതെ കള്ളി പൊളിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ 8-ാം തീയതി നോട്ടുകൾ പിൻവലിച്ചപ്പോൾ ഇവർ പറഞ്ഞു
ഇപ്പൊ മനസ്സിലായില്ലേ സമസ്തക്കാരെ, നോട്ടിന് സക്കാത്തില്ല, അതിന് വിലല്ല, അതിന് മൂല്യല്ല, ഉപകാരമില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, ഓൺലൈനിൽ നമ്മളെ SKSF-ന്റെ അല്ലേ, നമ്മളെ ക്ലാസ് റൂം, SKSF-ന്റെ നമ്മളെ ക്ലാസ് റൂമിന്റെ പ്രവർത്തകരാണ് ഈ ഇരിക്കുന്നത്. അവര് വേദി വെച്ചു ഇതിന് മറുപടി പറയാൻ വേണ്ടി. ക്ലാസ് റൂമിലൂടെ ചോദിച്ചു. എന്താ ചോദിച്ചത്? അങ്ങനെ വിലല്ലെങ്കിൽ പിന്നെ അത് കടം കൊടുത്ത് ആ ഇടപാടിനകത്ത് വർധനവ് ഷർത്താക്കിയാല് അതിൽ പലിശ വരും എന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ എഴുതി? കാരണം വിലയില്ലാത്ത വസ്തു കടം കൊടുക്കാനും പറ്റൂല എന്നല്ലേ. ഒരിടത്ത് നിങ്ങൾ വില ഇല്ല എന്നും പറയാ, ഉപകാരമില്ല എന്ന് പറയാ, വേറെ സ്ഥലത്ത് നിങ്ങൾ ഉണ്ടെന്നും പറയാ. ഇതെന്ത് വൈരുദ്ധ്യമാണ്? ഇതെന്ത് ഫിഖ്ഹാണ്? എന്ത് ഫിഖ്ഹാ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ ചോദിച്ചപ്പോ ഇപ്പൊ ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട്. നുസ്രത്തുൽ അനാം കണ്ടോ, ഇതിന്റെ 2017 ഇപ്പൊ ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ജനുവരി ലക്കത്തിൽ. ഇതിൽ പറഞ്ഞതിന്റെ ഹാസിൽ എന്താണ്? അത് സംഗതി കറൻസിക്ക് സ്വന്തത്തിൽ വിലയൊന്നുമില്ല, ഉപകാരമൊന്നുമില്ല. പക്ഷെ എങ്കിലും കറൻസി, ഒരാളുടെ കയ്യിലുള്ള കറൻസിയുടെ കൈവശാവകാശം വേറൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ പേരിൽ വസ്തുക്കൾ വാങ്ങാം, ആ നിലക്ക് ദാനം ചെയ്യാം, ആ നിലക്ക് വസിയത്ത് ചെയ്യാം, ആ നിലക്ക് കടവും കൊടുക്കാം. അപ്പൊ അതിൽ കടപ്പലിശ വരും എന്നൊരു പോട്ട മറുപടി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ ഇവിടെ മുത്തഅല്ലിമീങ്ങൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വാട്സപ്പിലൊക്കെ ഇത് കേൾക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഇബാറത്ത് കൊണ്ട്, ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലെ വരികളെ കൊണ്ട് ഈ നഖലുൽ യദ് എന്ന് പറയുന്ന അവകാശ കൈമാറ്റം അത് കടമിടപാടാണെന്നോ, അല്ലെങ്കിൽ അത് മുഖാന്തിരം കടമിടപാട് പറ്റുമെന്നോ, അല്ലെങ്കിൽ അത് മുഖാന്തിരം കടമിടപാടിൽ വരുന്ന പലിശ വരുമെന്നോ തെളിയിക്കാൻ ഒരൊറ്റ ഇബാറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇബാറത്തൊന്നുമില്ലാതെ മലയാളത്തിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? എന്നിട്ട് നോട്ടുകൾക്ക് വിലയുണ്ടെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ നിരോധിത നോട്ടുകൾക്ക് വിലയില്ലെന്ന് മനസ്സിലാകാത്തവർ മന്ദബുദ്ധികളാണെന്ന് വരെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിരോധിത എന്നുള്ളത് കൈതല്ലല്ലോ, അല്ലാത്ത നോട്ടും അവർ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. എന്നാൽ കറൻസികൾക്ക്, ഇതൊക്കെ സാധാരണക്കാർ കേട്ടാൽ ചിരിച്ചു പോകും. എന്താ റബ്ബ്, എങ്ങനെയൊക്കെ മൂല്യന്മാരുടെ ചർച്ച ഉണ്ടോ? നോട്ടുകൾക്ക് വിലയില്ലാന്ന്. നോട്ടുകൾക്ക് വിലയില്ല. ഒരു സാധനം അങ്ങോട്ട് കണ്ടാലേ ആ സാധനം കൊടുത്താൽ വേറൊരു സാധനം പകരം കിട്ടുന്ന ജനങ്ങളുടെ ഉറുഫ് നിലനിൽക്കുന്ന വസ്തുക്കളെ പറ്റിയാണ് ഉപകാരമുള്ള വസ്തു എന്ന് പറയാം. ആ വസ്തുക്കളുടെ കൂട്ടത്തിൽ കറൻസി പെടില്ല എന്നോ? ഇതൊക്കെ നമ്മളെ സാധാരണക്കാരായ സുഹൃത്തുക്കൾ കേട്ടാൽ അവരെ ഊറി ചിരിക്കും. എന്താ ഈ മൗലവിമാര് പറയുന്നത്? ഇത് സുന്നിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന മൗലവിമാരാ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പുതിയൊരു റിബ, പുതിയൊരു പലിശ ഇപ്പൊ കർമ്മശാസ്ത്രത്തിന്റെ പേരിൽ ഇവിടെ ഈ 2017 ഉണ്ടാകാൻ പോവുകയാണ്. 1 റിബൽ യദ്, 2 റിബൽ ഫദ്ലി, 3 റിബൽ നസീഅത്തി, 4 റിബൽ ഖർളി. ഇത് 4 ഞാൻ അർത്ഥം പറഞ്ഞ് വിശദീകരിച്ച് നീട്ടുന്നില്ല. 5ാമത് റിബൻ നഖ്ലി, കൈമാറ്റ പലിശ എന്ന് പറയുന്ന അവകാശ കൈമാറ്റ പലിശ എന്ന് പറയുന്ന ഒരു പലിശ. ആ പലിശക്കിതാ പുതിയൊരു വാദവുമായിട്ട് നമ്മുടെ സംസ്ഥാനക്കാർ, മൗലവി എന്ന് പറയുന്ന ആളും അവരുടെ കൂട്ടാളികളും ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏതാണതിന്റെ തെളിവ്? ഏതാണതിന്റെ ഇബാറത്ത്? ഏതാണതിന്റെ ഫിഖ്ഹ്? ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, അവരേറ്റ് ഫിഖ്ഹിൽ മുട്ടാനൊന്നും ഇപ്പൊ ഇവിടെ ആൾക്കാരില്ല. എന്നാ കേട്ടോളൂ, ഞാൻ നിർത്തുകയാണ്. SKSF-ന്റെ കർമ്മധീരനായ പ്രവർത്തകര്, അവർക്ക് മനുഷ്യജാലികയല്ല അത് നടത്താൻ മാത്രമല്ല അറിയുക, മറിച്ച് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെ കുറിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറയാനും പ്രതികരിക്കുവാനുമുള്ള കെൽപ്പുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.